ഹായ്, നമസ്കാരം. 10th പ്രിലിമിനറി പരീക്ഷയുടെ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു നടന്ന പരീക്ഷയും ഒരു നടക്കാത്ത പരീക്ഷയും അല്ല. കേരള PSC ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദിവസം 2 പരീക്ഷ, രാവിലെ ഒരു പരീക്ഷയും ഉച്ചയ്ക്ക് മറ്റൊരു പരീക്ഷയും നടത്തുന്നു. ആ പരീക്ഷണം വേണ്ട രീതിയിൽ വിജയിച്ചില്ല അല്ലേ. ചെറിയൊരു പരാജയം വന്നുപോയി, കാരണം ചെറിയൊരു വീഴ്ച പറ്റിപ്പോയി. എന്തായാലും നമ്മളെ സംബന്ധിച്ച് 2 ചോദ്യപേപ്പറുകൾ നമ്മുടെ കയ്യിൽ കിട്ടി അല്ലെ. കുറച്ച് ഉദ്യോഗാർത്ഥികളൊക്കെ ബുദ്ധിമുട്ടി, യാത്ര ചെയ്ത് സ്കൂളിൽ വരെ എത്തി, പരീക്ഷ എഴുതാൻ സാധിക്കാതെ മടങ്ങി വന്നു. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലഭിച്ചിരിക്കുന്ന 2 ചോദ്യപേപ്പറുകൾ നമ്മളൊന്ന് അവലോകനം ചെയ്യുകയാണ്. ഈ അവലോകനം ചെയ്യുന്ന സമയത്ത് ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന മേഖലയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഭൂമിശാസ്ത്രത്തെ പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ജോഗ്രഫി ഉദ്യോഗാർത്ഥികളെ ചെറുതായിട്ടൊന്ന് കുഴപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെ. നമുക്ക് പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങൾ വന്നു. 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു പരീക്ഷ എന്ന രീതിയിൽ നമ്മൾ SCERT മാത്രമായിട്ട് ഫോക്കസ് ചെയ്തു. പക്ഷേ പഠനത്തിൽ നമ്മൾ SCERT ഫോക്കസ് ചെയ്തെങ്കിലും ചോദ്യം NCERT ചെറുതായിട്ടൊന്ന് കയറിയത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ ചെറിയൊരു കാര്യമായിരുന്നു. എന്നാൽ കേരള ജോഗ്രഫിയുടെ മേഖലയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അത്ഭുതങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല അല്ലെ. ഒരു LGS പരീക്ഷയുടെ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാലും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, SCERT അല്ലെങ്കിൽ പാഠപുസ്തകം എന്ന് പറയുന്ന വേലിക്കെട്ടിന് പുറത്തേക്ക് ചോദ്യങ്ങളൊന്ന് ചാടിയിട്ടുണ്ട് അല്ലെ. പഴയകാല രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ തന്നെ ഇവിടെ ആവർത്തിച്ചു. ആവർത്തന ചോദ്യങ്ങൾക്ക് തന്നെയാണ് നമുക്കിവിടെ പ്രാധാന്യം കൂടുതൽ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ചോദ്യങ്ങളിൽ ആവർത്തന ചോദ്യങ്ങൾ വന്നു എന്ന് മാത്രവുമല്ല, ഒരു ദിവസം നടന്ന പരീക്ഷയിൽ തന്നെ ആവർത്തന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ കാണാൻ സാധിച്ചു. എടുത്തു പറയുകയാണെങ്കിൽ അവിടെ 2 ചോദ്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 2 പരീക്ഷകളിലും നമുക്ക് ആ ചോദ്യം കാണാൻ സാധിച്ചു. അതുപോലെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജലവൈദ്യുത പദ്ധതി ഏതാണ് അല്ലെ. ഏറ്റവും പഴയ ജലവൈദ്യുത പദ്ധതി ഏത് എന്നൊരു ചോദ്യവും അവിടെ കാണാൻ സാധിച്ചു. അതിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേരള ജോഗ്രഫിയിൽ അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒരേ ചോദ്യം തന്നെ, രാവിലെ ചോദിച്ച അതേ ചോദ്യം തന്നെ ഉച്ചയ്ക്ക് നടക്കുന്ന പരീക്ഷയിലും ആവർത്തിച്ച് ചോദിക്കുന്നു എന്ന ഒരു രീതി അവര് കീപ്പ് ചെയ്തത് കൊണ്ട് വരാൻ പോകുന്ന ഇനിയുള്ള 2 സ്റ്റേജ് എക്സാമിനേഷൻ ഉള്ളവർ എന്ത് ചെയ്യുക, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. രാവിലത്തെ അതേ ചോദ്യം തന്നെ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട് എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കുക. പക്ഷെ പേടിക്കണ്ട, കേരള ജോഗ്രഫിയിലെ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. PYQ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് മറ്റു ചോദ്യങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ആ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ വസ്തുതകളും നമുക്ക് എന്ത് ചെയ്യാം, അതിവേഗത്തിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ആദ്യ ചോദ്യം ഏതാണ്? യെസ്, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതെന്നാണ് ചോദ്യം അല്ലെ. ചോദ്യം ഒരുപാട് പഴകിയ ചോദ്യം, ഒരുപാട് ആവർത്തിച്ച് ചോദിച്ച ചോദ്യം. എനിക്ക് തോന്നുന്നു കേരള PSCക്ക് 7th 10th ലെവൽ എക്സാമിനേഷനിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത്, ദേശീയ ജലപാത. നമ്മൾ മാരത്തോൺ ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ അവിടെ എടുത്തു പറഞ്ഞിരുന്നു, കേരള PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോട്ട് ടോപ്പിക്കാണ് ദേശീയ ജലപാത. അത് അവർ തെറ്റിച്ചില്ല. ഈ പരീക്ഷയിലും അവര് ഈ ദേശീയ ജലപാതയെ കൊണ്ടുവന്നു. അത് മാത്രമല്ല, ഒരു പുതുമയും കൊണ്ടുവന്നില്ല. ആ പഴയ ചോദ്യം തന്നെ വീണ്ടും ദേശീയ ജലപാത 3 തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ദേശീയ ജലപാതകൾ 1, 2, 3 അല്ലെ. 1, 2, 3 ഇതാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്ന ചോദ്യം. ആദ്യത്തെ 6 ദേശീയ ജലപാതകൾ ആരംഭഘട്ടത്തിലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ദേശീയ ജലപാതകളായിരുന്നു. പിൽക്കാലത്ത് 105 ദേശീയ ജലപാതകളുടെ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു. ഇപ്പം നിലവിൽ 111 ദേശീയ ജലപാതകൾ ഇന്ത്യയിൽ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 111 ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ 3 വിട്ട് PSCക്ക് ഒരു കളിയില്ല. നമുക്ക് ആദ്യത്തെ 3 ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ജലപാതയെ തന്നെ നോക്കാം. ഏതാണ്? കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ആ ദേശീയ ജലപാത ഏതാണ്? PSC ആവർത്തിച്ച് മടുത്ത ചോദ്യം. ദേശീയ ജലപാത 3 അല്ലെ. NW3 ആണ് ഇത്, കേരളത്തിലെ ആദ്യത്തെ ദേശീയ ജലപാത NW3. നോക്കാം, NW3യുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളിലേക്ക് ഞാനൊന്ന് കിടക്കുന്നു. സോ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും താഴെ കടൽ തീരമുള്ള സ്ഥലമാണ് കോവളം.
ഏറ്റവും മുകളില് ഹോസ്ദുർഗ്. നമ്മുടെ കോവളം മുതൽ ഹോസ്ദുർഗ് വരെ കടലിലൂടെയും കായലിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു ജലപാതയുണ്ട്. ഈ ജലപാതയുടെ പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. അല്ലെ, വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് ഈ ഒരു ജലപാതയുടെ പേര്. അതായത് കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്തുകൂടെ കടന്നു പോകുന്ന ഒരു ജലപാതയാണ് ഇത്, വെസ്റ്റ് കോസ്റ്റ് കനാൽ. ഓക്കെ, ഈ വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദേശീയ ജലപാത 3 എന്ന് വിളിക്കുന്നത്. അല്ല, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ഭാഗമാണ് NW3 എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ദേശീയ ജലപാത 3 എന്നറിയപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ചിലപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ചെറിയൊരു മാറ്റത്തോടു കൂടിയാണ് നമ്മൾ കാണാറുള്ളത്. അല്ലെങ്കിൽ ആ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിച്ചേക്കാം. എന്താണ് ചോദ്യം? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ എന്ന് പറയുന്നതിന് പകരമായിട്ട് അവരെന്ത് പറഞ്ഞേക്കാം? കൊല്ലം മുതൽ കോഴിക്കോട് വരെ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. കാരണം എന്താ, ഇതൊരു എക്സ്റ്റൻഷൻ പ്രോഗ്രാമാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ മാത്രം ഉണ്ടായിരുന്ന ദേശീയ ജലപാത 3 എന്ത് ചെയ്തു? കോഴിക്കോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, അല്ലെ? എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ചോദ്യം അങ്ങനെയും വന്നേക്കാം. NW3 ഓപ്ഷനില് കൊല്ലം മുതൽ കോഴിക്കോട് വരെ എന്ന രീതിയിലും വന്നേക്കാം. 2 ചോദ്യങ്ങളും പരീക്ഷയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ തയ്യാറായിരിക്കുക, ഓപ്ഷൻ അനുസരിച്ച് കൈകാര്യം ചെയ്യുക. നോക്കാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഫാക്റ്റുകൾ നമ്മൾ അറിയേണ്ടതുണ്ടോ? ഉണ്ട്. ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന വെസ്റ്റ് കോസ്റ്റ് കനാലാണ്. വെസ്റ്റ് കോസ്റ്റ് കനാല് കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്തുകൂടെ ഉണ്ട്. കാരണം വെസ്റ്റ് കോസ്റ്റ്, പടിഞ്ഞാറൻ തീര കനാൽ എന്നാണ് പേര്, അല്ലെ? അതിനെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? NW3 എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിന്റെ നീളം എത്രയാണ്? യെസ്, വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ അല്ല പറയുന്നത്, ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള നീളമാണ് നമ്മൾ പറയുന്നത് 205. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്, കോഴിക്കോടേക്കുള്ള നീളം നമ്മൾ പറയുന്നില്ല. 1993 ഇത് ദേശീയ ജലപാതയായി പ്രഖ്യാപിക്കപ്പെട്ടത്. 93 ഇത് പ്രഖ്യാപിക്കപ്പെട്ടത്. പഴയ ദേശീയ ജലപാതയാണ്. ക്ലിയർ? യെസ്. അടുത്തത് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ദേശീയ ജലപാത 1 കാരണം 1, 2, 3 ഇതാണല്ലോ PSCക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം? തറോ ആക്കി വെച്ചിരിക്കണം, അല്ലെ? അപ്പം NW1 നോക്കിയാലോ? യെസ്, ദേശീയ ജലപാത 1 ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ദേശീയ ജലപാതയാണ് NW1. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ദേശീയ ജലപാത നോക്കാം. നമ്മുടെ ഗംഗാ നദി ഒഴുകിപ്പോകുമ്പോൾ, നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഗംഗയാണ്. ഈ ഗംഗാ നദി ഒഴുകിപ്പോകുന്ന സമയത്ത് അവിടെ ത്രിവേണി സംഗമം നടക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ഉത്തർപ്രദേശില് അലഹബാദ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് പറയും? പ്രയാഗ്രാജ്. അല്ലെ, ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനമാണ്, അല്ലെ? ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് അല്ലെങ്കിൽ അലഹബാദ്. ഈ അലഹബാദിൽ നിന്നും ആരംഭിക്കുന്ന ഈ ദേശീയ ജലപാത കടന്നു പോകുന്ന സ്റ്റേറ്റ്സ് പോലും ചോദിക്കാറുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഈ സ്റ്റേറ്റ്സിലൂടെ നമ്മുടെ ഗംഗാ നദി കടന്നു പോകുന്നു. വെസ്റ്റ് ബംഗാളിൽ നിന്ന് നമ്മുടെ ഗംഗ എന്ത് ചെയ്യുന്നു? ബംഗ്ലാദേശിലേക്ക് അങ്ങ് പോകും, അല്ലെ? ബംഗ്ലാദേശിലേക്ക് പോകും. എന്നാൽ വെസ്റ്റ് ബംഗാളിൽ വെച്ച് ഗംഗയ്ക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടറി ഫോം ചെയ്യുന്നുണ്ട്, അല്ലെ? ഒരു കൈവഴി ഫോം ചെയ്യുന്നുണ്ട്. ആ കൈവഴിയുടെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹുഗ്ലി എന്നാണ് അതിന്റെ പേര്, ഹുഗ്ലി. ഈ ഹുഗ്ലി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന സ്ഥലമുണ്ടല്ലോ, കൊൽക്കത്ത അല്ലെങ്കിൽ ഹാൽഡിയ. യെസ്, കൊൽക്കത്ത അല്ലെങ്കിൽ ഹാൽഡിയ, അല്ലെ? യെസ്. ഈ ദേശീയ ജലപാത 1 എന്ന് പറയുന്നത് ഈ പ്രയാഗ്രാജിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഹുഗ്ലി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഈ ഒരു ഹാൽഡിയ വരെയുള്ള പോർഷനാണ്.
ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? NW1 എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, പ്രയാഗ്രാജ് മുതല് നമ്മുടെ ഹാൽഡിയ വരെ അല്ലെങ്കിൽ കൊൽക്കത്ത വരെയുള്ള ഗംഗയുടെ ഈ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? NW1, നാഷണൽ വാട്ടർവേ നമ്പർ 1 എന്ന് വിളിക്കുന്നത്. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത. ഇടത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഏതൊക്കെ? ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ഇത് സ്ഥിതി ചെയ്യുന്ന നദികളാണ് ഗംഗ ആൻഡ് ഹൂഗ്ലി. ക്ലിയർ? നോക്കാം നമുക്ക്. ഓക്കെ, നാഷണൽ വാട്ടർവേ നമ്പർ 1 ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ദേശീയ ജലപാതയാണ്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് അല്ലെങ്കിൽ അലഹബാദ് മുതൽ ബംഗാളിലെ ഹാൽഡിയ വരെയാണ് ഗംഗ, ഭാഗീരഥി, ഹുഗ്ലി. അതായത് ഗംഗയുടെ ചില പോർഷൻ ബംഗാളില് ഭാഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. സോ ഗംഗ, ഭാഗീരഥി, ഹുഗ്ലി നദികളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഗംഗയുടെ ആരംഭ സ്ഥലത്ത് ഭാഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ? കാരണം ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന സമയത്ത് ഭാഗീരഥിയാണ്. വെസ്റ്റ് ബംഗാളിൽ എത്തിക്കഴിഞ്ഞാലും ചില പ്രദേശങ്ങളിൽ ഇതിനെ ഭാഗീരഥി എന്ന് വിളിക്കാറുണ്ട്. സോ ഗംഗ, ഭാഗീരഥി, ഹുഗ്ലി നദികളിലൂടെ കടന്നു പോകുന്ന നാഷണൽ വാട്ടർവേ നമ്പർ 1 ഹാൽദിയയിൽ എത്തിച്ചേരുന്നു. ദിസ് ഈസ് ദ ലോങ്സ്റ്റ് national waterway in India. NW1 is the longest national waterway in India. Its length 1620 കിലോമീറ്റർ, അല്ലെ? 1620 കിലോമീറ്റർ. 1620 കിലോമീറ്റർ. അതുകൊണ്ട് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത PSCയുടെ ഇഷ്ടപ്പെട്ട ദേശീയ ജലപാതയിലേക്ക് നമുക്ക് പോയാലോ? NW2 നാഷണൽ വാട്ടർവേ നമ്പർ 2. യെസ്, ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്നത് ഗംഗ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഹിമാലയൻ നദിയിലാണ്, അല്ലെ? ഏതിലാണ്? ബ്രഹ്മപുത്രയിലാണ്. നമ്മുടെ ടിബറ്റിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ വെച്ച് ആസാമിലൂടെ ഒഴുകി ബംഗ്ലാദേശിലൂടെ ഒഴുകി പോകുന്ന ഒരു നദിയാണ് ദ റെഡ് റിവർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നു, അല്ലെ? സോ ഈ നദി നമ്മുടെ ടിബറ്റിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന നദിയാണ്. പിന്നീട് ചൈനയിലൂടെ ഒക്കെ ഒഴുകി ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുകയാണ്, അല്ലെ? യെസ്, ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് ഈ ദേശീയ ജലപാത. പിന്നീട് ഇത് ബംഗ്ലാദേശിലേക്കാണല്ലോ പോകുന്നത്. യെസ്, അപ്പൊ ഇന്ത്യയിലൂടെ നമ്മുടെ ബ്രഹ്മപുത്ര നദി ഒഴുകിപ്പോകുമ്പോൾ ഈ നദിയിലായിട്ടാണ് നമ്മുടെ നാഷണൽ വാട്ടർവേ നമ്പർ 2 സ്ഥിതി ചെയ്യുന്നത്. സാദിയ എന്ന സ്ഥലം മുതൽ ദുബ്രി അല്ലെങ്കിൽ ദിബ്രുഗഡ്, അല്ലെ, ദുബ്രി ഇതുവരെയാണ് NW2 സ്ഥിതി ചെയ്യുന്നത്. സാദിയ മുതല് ദുബ്രി വരെ. സാദിയ മുതല് ദുബ്രി വരെ ദ നാഷണൽ വാട്ടർവേ നമ്പർ 2. ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയിലാണ്. ഇതിന്റെ മെജോറിറ്റി പോർഷൻ ഏത് സ്റ്റേറ്റിലാണ്? അസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നോക്കാം, വായിച്ചു നോക്കാം, അല്ലെ? യെസ്, ഇന്ത്യയിലെ രണ്ടാമത്തെ ദേശീയ ജലപാതയാണ് NW2 നാഷണൽ വാട്ടർവേ നമ്പർ 2. അസാമിലെ സാദിയ മുതല് ദുബ്രി വരെയാണ്. ബ്രഹ്മപുത്ര നദിയിലൂടെയാണ് ഈ ദേശീയ ജലപാത അല്ലെങ്കിൽ ഈ ജലപാത കടന്നു പോകുന്നത്. ഇത് പ്രധാനമായിട്ടും ഏത് സ്റ്റേറ്റിലാണ്? അസാമിലാണ്. ഇതിന്റെ ലെങ്ത് എത്രയാണ്? 891 കിലോമീറ്റേഴ്സ്. 891 കിലോമീറ്റർ ആണ് ഇതിന് നീളം എന്ന വസ്തുത കൂടി മനസ്സിലാക്കുക. ക്ലിയർ? അപ്പൊ ദേശീയ ജലപാതകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത്. അത് വ്യക്തമാണ് എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, അല്ലേ? ഓക്കെ, ദേശീയ ജലപാത 4 കൂടെ നമുക്ക് പരിശോധിക്കാം. പരീക്ഷകളിൽ നിരന്തരമായിട്ട് വരുന്ന ജലപാത അല്ലെങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കുക. കാരണം നമ്മുടെ ഓപ്ഷനിൽ നാഷണൽ വാട്ടർവേ നമ്പർ 4 കൊടുത്തിട്ടുണ്ടായിരുന്നു. കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ് ദേശീയ ജലപാത 4 സ്ഥിതി ചെയ്യുന്നത്. കാക്കിനട ടു പുതുച്ചേരി. ഗോദാവരി, കൃഷ്ണ നദികളുടെ കനാലുകൾ ഇതിന്റെ ഭാഗമാണ്. ഇതിന്റെ നീളം എത്രയാണ്? 1095 കിലോമീറ്റർ ആണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധമുള്ള നദികളാണ് ഇതൊക്കെ. ഗോദാവരിയും കൃഷ്ണയും പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ട് ഗോദാവരിയും കൃഷ്ണയും ഇതിന്റെ ഭാഗമാണ് എന്ന വസ്തുത കൂടി മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ?
അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിന് അതുപോലെ ആദ്യം കിട്ടിയ ചോദ്യ പേപ്പറാണ്, അതിന് അതുപോലെ കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ തിരമാല പോലെയൊക്കെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. എന്തായാലും വായിച്ച് മനസ്സിലാക്കാം. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണെന്നാണ് ചോദ്യം. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? തട്ടേക്കാട് എവിടെയാണ്? ഇടുക്കി, എറണാകുളം, കൊല്ലം, ആലപ്പുഴ. ഉത്തരം ഏതാണ്? യെസ്, എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് അല്ലെ. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. നമ്മുടെ മാരത്തോണിൽ നമ്മൾ പറഞ്ഞ മറ്റൊരു ചോദ്യമായിരുന്നു, നമ്മൾ അവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, പക്ഷി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. പറഞ്ഞതുപോലെ തന്നെ വരികയും ചെയ്തു. അതിൽ ചോദിച്ചത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മുൻപ് ഒരുപാട് ചോദിച്ച ചോദ്യം തന്നെയാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം എവിടെയാണ്? എറണാകുളത്താണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പക്ഷി സങ്കേതങ്ങളെ നമുക്ക് അതിവേഗത്തിൽ ഒന്ന് ചർച്ച ചെയ്തേ പറ്റുള്ളൂ. ആദ്യം തട്ടേക്കാടുമായി ബന്ധപ്പെട്ട ഫാക്റ്റിലൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തട്ടേക്കാട് ഏത് ജില്ലയിലാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. നമ്മുടെ ഉത്തരം അത് തന്നെയാണല്ലോ അല്ലെ. ഏതാണ്? എറണാകുളം. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇത് നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ്? 1983 തട്ടേക്കാട് നിലവിൽ വന്നിരിക്കുന്നത്. സോ അടുത്തതായിട്ട് പറയുന്നത് കണ്ടല്ലോ, ഇതിന്റെ വിസ്തൃതിയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവിടെ വന്നേക്കാം ഇതിന്റെ വിസ്തൃതി. കാരണം 25.16 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. 25.16 എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ്. കാരണം 25.16 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഈ ഒരു പക്ഷി സങ്കേതത്തിനുണ്ട്. യെസ്, കേരളത്തിലെ ആദ്യത്തേതുമാണ്, കേരളത്തിലെ ഏറ്റവും വലുതുമാണ്. രണ്ട് ഫാക്റ്റുകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം അല്ലെ. അടുത്ത പക്ഷി സങ്കേതത്തിലേക്ക് നമുക്ക് പോവാം. യെസ്, അടുത്ത പക്ഷി സങ്കേതത്തിന്റെ പേരെന്താണ്? കുമരകം. കുമരകം പക്ഷി സങ്കേതമാണ്. ഓക്കെ, കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കുമരകം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ്. കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷി സങ്കേതം. നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ഏത് വർഷമാണ്? നിലവിൽ വന്ന വർഷം 1847 1847 ഈ പക്ഷി സങ്കേതം വന്നിരിക്കുന്നത്. ഏകദേശം 14 ഏക്കർ സ്ഥലത്തായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു പക്ഷി സങ്കേതമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയമായി രൂപീകരിച്ചതും സംരക്ഷിക്കപ്പെടുന്നതുമായ പക്ഷി സങ്കേതവും കൂടെയാണ് കുമരകം. സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ സ്റ്റേറ്റ്മെന്റ്? ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയമായി രൂപീകരിച്ചതും സംരക്ഷിക്കപ്പെടുന്നതും. വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? യെസ്, നമ്മുടെ കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അല്ലെ. വേമ്പനാട്ട് കായലിന്റെ തീരത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കുമരകം പക്ഷി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് ആണ് ഇനി കൊടുത്തിരിക്കുന്നത്. ഈ പക്ഷി സങ്കേതം വികസിപ്പിച്ചിരിക്കുന്നത് ആരാണ്? ജോർജ് ആൽഫ്രഡ് ബേക്കർ ആണ് ഈ ഒരു പക്ഷി സങ്കേതം വികസിപ്പിച്ചിരിക്കുന്നത്. ജോർജ് ആൽഫ്രഡ് ബേക്കർ. അതുകൊണ്ടാണ് ഈ പക്ഷി സങ്കേതത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ബേർഡ് സാങ്ച്വറി കൂടിയാണ് ഇത്. യെസ്, കുമരകം. ബേക്കേഴ്സ് എസ്റ്റേറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മംഗളവനം പക്ഷി സങ്കേതം. മംഗളവനം വളരെ ചെറിയ പക്ഷി സങ്കേതമാണല്ലേ. എറണാകുളം ജില്ലയിലാണ്. ഒരുപാട് പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ച ഒരു പക്ഷി സങ്കേതമാണ്. സോ മംഗളവനം ഏത് ജില്ലയിലാണ്? എറണാകുളമാണ്. നിലവിൽ വന്നത് 2004 അല്ലെ. 2004 നിലവിൽ വന്നിരിക്കുന്ന ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം. ഇതിന്റെ ഏരിയ 0.0274 കിലോമീറ്റർ സ്ക്വയർ. 0.0274 കിലോമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, വളരെ 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 ചെറുത്. കേരളത്തിലെ ഏറ്റവും ചെറുത്. കാരണം 0.02 ഉള്ളൂ.
കേരളത്തിലെ ഏറ്റവും ചെറുതാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതമാണ്. കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു. കൊച്ചി പട്ടണത്തിനുള്ളിലാണ് അല്ലെ മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാ? അത് മംഗളവനം പക്ഷിസങ്കേതമാണ്. അത് മാത്രമല്ല, കേരള ഹൈക്കോടതിയുടെ കെട്ടിട സമുച്ചയത്തിന് സമീപത്താണ്. കണ്ടൽ കാടുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷിസങ്കേതമാണ്. ഹൈക്കോടതിയുടെ കെട്ടിട സമുച്ചയത്തിനുള്ളിലായിട്ടാണ് ഈ ഒരു പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് കടവാവലുകളെ കാണപ്പെടുന്ന ഒരു പക്ഷിസങ്കേതമാണ്. അതുപോലെ തന്നെ ഒരുപാട് ചിലന്തികളെ കാണപ്പെടുന്ന പക്ഷിസങ്കേതവും കൂടെയാണ് ഇത് മംഗളവനം. യെസ്. അടുത്തത് ചൂളന്നൂർ എന്ന് പറയുന്ന പക്ഷിസങ്കേതത്തിന്റെ പേര് പറയുമ്പോഴേക്ക് അതിനോടൊപ്പം നമുക്ക് വരുന്നൊരു വാക്കുണ്ട്, ചൂളന്നൂർ മയിൽ സങ്കേതം. മയിലുകൾക്ക് പ്രസിദ്ധമായ പക്ഷിസങ്കേതമാണ് ഇത്. ചൂളന്നൂർ ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലാണ് ഇത് നിലവിൽ വന്നിരിക്കുന്ന വർഷം 2007 ഇതിന്റെ വിസ്തൃതി 5 ചതുരശ്ര കിലോമീറ്റർ ആണ് അല്ലെ. 5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പക്ഷി സങ്കേതമാണ് ചൂലന്നൂര്, പാലക്കാടാണ്. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. മയിലുകളുടെ സംരക്ഷണം. അതുപോലെ കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം. ഈ ഒരു മയിൽ സങ്കേതത്തിന് സമീപത്തുള്ള ഒരു ചെറിയ ഒരു ഏരിയ, ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയക്ക് എന്ത് പേര് കൊടുത്തു? കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം. കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അമ്പലപ്പുഴയിലാണ്. കുഞ്ചൻ നമ്പ്യാരുടെ തറവാട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പാലക്കാട് ലക്കിടി കിള്ളിക്കുറിശി മംഗലത്ത് ആണ് ഇദ്ദേഹത്തിന് തറവാട് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. യെസ്. അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ പേരിലുള്ള സ്മൃതി വനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അത് നമ്മുടെ ചൂലന്നൂർ മയിൽ സങ്കേതത്തിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ വളരെ പ്രശസ്തനായിരുന്ന ഒരു പക്ഷി നിരീക്ഷകനായിരുന്ന KK നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന മയിൽ സങ്കേതവും കൂടിയാണ് ഇത് ചൂളന്നൂർ. അപ്പൊ പാലക്കാട് ജില്ലയിലെ ചൂളന്നൂർ മയിൽ സങ്കേതത്തിന് 2 മെമ്മോറിയൽ നെയിംസ് കൂടെ ഉണ്ടല്ലേ. ഒന്ന് കുഞ്ചൻ നമ്പ്യാരുടെ പേരും മറ്റൊന്ന് KK നീലകണ്ഠന്റെ പേരും. 2 ഓർത്ത് വെച്ചുകൊള്ളുക. അടുത്ത പക്ഷിസങ്കേതം ഏതാണ്? പക്ഷിപാതാളം അല്ലെ. ബ്രഹ്മഗിരി മലനിരകളുടെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് പക്ഷിപാതാളം. അതുകൊണ്ട് ഇത് ജില്ല എവിടെയായിരിക്കും? ജില്ല വയനാട്. വയനാട് ജില്ലയിലെ പക്ഷിസങ്കേതമാണ് പക്ഷിപാതാളം എന്ന് പറയുന്നത്. ഈ പക്ഷിപാതാളം പ്രശസ്തമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പക്ഷിപാതാളത്തില് കാണപ്പെടുന്ന പക്ഷികൾ തന്നെയാണ്. പക്ഷിപാതാളത്തിൽ കാണപ്പെടുന്ന പക്ഷിയുടെ പേര് ചിത്രകൂടൻ എന്നാണ്. ചിത്രകൂടൻ എന്ന് പറയുന്ന പക്ഷി ശരപ്പക്ഷി എന്നും വിളിക്കാറുണ്ട്. ചിത്രകൂടൻ ശരപ്പക്ഷി അതിവേഗത്തിൽ പറക്കാൻ സാധിക്കുന്ന ഒരു പക്ഷിയാണ് ചിത്രകൂടൻ. ഈ ചിത്രകൂടൻ പക്ഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ കൂടാണ്. ചിത്രകൂടൻ ശരപ്പക്ഷികൾ കൂടുണ്ടാക്കുന്നത് അതിന്റെ ഉമിനീര് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ മറ്റു പക്ഷികളൊക്കെ കമ്പ് കൊണ്ടും ചില്ല കൊണ്ടും കൂടുണ്ടാക്കുന്നു. ചിത്രകൂടൻ ശരപ്പക്ഷികൾ ഉമിനീര് കൊണ്ട് കൂടുണ്ടാക്കുന്നു. ഉമിനീര് കൊണ്ടുണ്ടാക്കുന്ന ആ കൂട് മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നു? എടുത്തു മാറ്റുന്നു. അത് അടിച്ചു മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നു. ചിത്രകൂടൻ ശരപ്പക്ഷിയുടെ കൂട് കൊണ്ട് സൂപ്പ് ഉണ്ടാക്കി കുടിക്കും പോലും. അതിന്റെ ഉമിനീര് കൊണ്ടുണ്ടാക്കിയ കൂടിന്റെ സൂപ്പ്. യെസ്. കടലുണ്ടി അടുത്ത പക്ഷിസങ്കേതമാണ്. കടലുണ്ടി കോഴിക്കോട് ജില്ലയ്ക്ക് ചേർന്നുകൊണ്ട് മലപ്പുറം ജില്ലയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി അല്ലെ. കൺഫ്യൂഷൻ ഉണ്ടാക്കും. കടലുണ്ടി എന്ന് പറയുന്ന പക്ഷിസങ്കേതം എവിടെയാന്ന് ചോദിച്ചാൽ കോഴിക്കോടുകാർ പറയും കോഴിക്കോടാണ്. കാരണം കടലുണ്ടി കോഴിക്കോടാണ്. പക്ഷെ കോഴിക്കോട് കടലുണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പക്ഷിസങ്കേതത്തിന്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് നമ്മുടെ ഉത്തരം മലപ്പുറമാണ്. പക്ഷെ കോഴിക്കോടും ഉണ്ട്. പക്ഷെ ഉത്തരം മലപ്പുറമാണ്. കാരണം മെജോറിറ്റി ഭാഗം മലപ്പുറത്താണ്. ഓക്കെ. അപ്പൊ നോക്കാം. ഈ കടലുണ്ടി പക്ഷിസങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ ഈ കടലുണ്ടി ഏത് ജില്ലയിലാണ് എന്നൊരു ചോദ്യം തന്നെ. ഈ ജില്ല കോഴിക്കോടാണോ മലപ്പുറമാണോ എന്ന് സംശയം വരുന്ന ആളുകൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു പക്ഷി സങ്കേതത്തിന്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ വള്ളിക്കുന്ന് എന്നാണ്. ഈ വള്ളിക്കുന്ന് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലാണ്.
അതുകൊണ്ട് കടലുണ്ടി പക്ഷിസങ്കേതം മലപ്പുറം ജില്ലയിലാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അല്ലെ. കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന, ഭൂരിഭാഗവും മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി എന്ന് പറയുന്ന പക്ഷിസങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് വള്ളിക്കുന്ന്. അടുത്ത പക്ഷിസങ്കേതത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത പക്ഷിസങ്കേതത്തിന്റെ പേര് അരിപ്പ എന്നാണ്. അരിപ്പ തെക്കൻ കേരളത്തിലേക്കുള്ള പക്ഷിസങ്കേതം അല്ലെ. തെക്കേ അറ്റത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു പക്ഷിസങ്കേതത്തിന്റെ പേരാണ് അരിപ്പ. ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് ഏത്? അരിപ്പ അല്ലെ. കുളത്തുപുഴ ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട പക്ഷിസങ്കേതമാണ് ഈ ഒരു പക്ഷിസങ്കേതം, അരിപ്പ പക്ഷിസങ്കേതം എന്ന കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഈ അരിപ്പ എന്ന് പറയുന്ന പക്ഷിസങ്കേതത്തിൽ കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷിയുണ്ട്. ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ പേര് മാക്കാച്ചിക്കാട എന്നാണ്. മാക്കാച്ചിക്കാട എന്ന് പറയുന്ന പക്ഷി ഫേമസ് ആയിരിക്കുന്ന ഒരു പക്ഷിയാണ്. കാരണം ഇതിന്റെ യഥാർത്ഥ നാമം ശ്രീലങ്കൻ ഫ്രോഗ് എന്നാണ്. അപ്പം ഈ ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് എന്നറിയപ്പെടുന്ന മാക്കാച്ചിക്കാട ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതിലൂടെ പ്രശസ്തമായിരിക്കുന്ന ഒരു പക്ഷി സങ്കേതമാണ് അരിപ്പ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ഏത്? അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം പൊന്മുടി, തെന്മല, ആനമുടി, അടവി എന്നൊക്കെയാണ് നമുക്ക് പേര് കാണാൻ പറ്റുന്നത് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ്? യെസ്, നോക്കാം. ഉത്തരം തെന്മലയാണ്. തെന്മലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിയാലോ. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം കേന്ദ്രമാണ് കൊല്ലം ജില്ലയിലുള്ള തെന്മല. കല്ലടയാർ എന്ന് പറയുന്ന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം വിനോദസഞ്ചാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. ചെന്തുരുണി വന്യജീവി സങ്കേതം തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമാണ്. തെന്മലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താ? ഒന്ന്, ഇത് കൊല്ലം ജില്ലയിലാണ്. മറ്റൊന്ന്, കല്ലടയാർ നദിയുടെ തീരത്താണ്. യെസ്. വേറെ എന്തൊക്കെയാണ് ഓപ്ഷനിൽ കാണുന്നത്? പൊന്മുടി കാണുന്നുണ്ട്, ആനമുടി കാണുന്നുണ്ട്, അടവി കാണുന്നുണ്ട്. പൊന്മുടി തിരുവനന്തപുരം ജില്ലയിലെ പശ്ചിമഘട്ട നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിരിക്കും സ്വാഭാവികമായിട്ടും. ജില്ല ഏതാണ്? തിരുവനന്തപുരത്താണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടി ഇടുക്കി ജില്ലയിലെ മൂന്നാറിലുള്ള ദക്ഷിണേന്ത്യയിലെയും പശ്ചിമഘട്ടത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണിത്. ആനമുടി 2695 മീറ്റർ നീളമുള്ള ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്, ദേവികുളം താലൂക്കിലാണ്. ദേവികുളം താലൂക്കിലാണ്, മൂന്നാർ പഞ്ചായത്തിലാണ്. ഇതിന് സമീപത്ത് തന്നെയാണ് മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ആനമുടിയാണ് PSCക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ. യെസ്. അടവി എന്ന് പറയുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അടവി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന അടവി കല്ലാറിന്റെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു എക്കോ ടൂറിസം ഏരിയ കൂടെയാണ്. ഇവിടത്തെ അല്ലെങ്കിൽ അടവിയെ പ്രസിദ്ധമാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കുട്ടവഞ്ചി സവാരിയാണ്. കുട്ടവഞ്ചി സവാരി. യെസ്, ഓർത്തു വെക്കുക. നമ്മുടെ ഓപ്ഷനിലൂടെ നമ്മളൊന്ന് കടന്നു പോകുന്നത് നല്ലതാണ്. കാരണം ഒരു പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യത്തിന്റെ തെറ്റായ ഓപ്ഷൻസ് അടുത്ത പരീക്ഷയിൽ ചോദ്യമായിട്ട് വരുന്നത് നമ്മൾ കുറച്ചു കാലമായിട്ട് കാണുന്നുണ്ട്. സോ എപ്പോഴും തെറ്റായ ഉത്തരമാണെങ്കിൽ പോലും ആ ഓപ്ഷനെ കൂടി കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? രാവിലത്തെ പരീക്ഷയിൽ ചോദിച്ചു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്. അടുത്ത പരീക്ഷയിൽ ചോദിച്ചു കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏത്. ചെറിയൊരു വ്യത്യാസം കാണാൻ പറ്റും അല്ലെ. നീളം കൂടിയ നദി, ഏറിയ നദി. എന്നാ പിന്നെ രണ്ടും ഒരുപോലെ അങ്ങ് ചോദിച്ചാൽ മതിയായിരുന്നു. എന്നാലും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദി, രണ്ട് ചോദ്യങ്ങളും രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് നടന്ന പരീക്ഷകളിൽ നടക്കേണ്ടിയിരുന്ന അല്ലെ വരേണ്ടിയിരുന്ന ചോദ്യം അല്ലേ. അറിയാം, PSC പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും തുടക്ക കാലഘട്ടത്തിൽ തന്നെ പഠിക്കുന്ന ചോദ്യമാണ്.
അറിയാത്തൊരാളുണ്ടാവില്ല. സോ ഉത്തരം ഏതാണ്? പെരിയാറാണ്. നമുക്ക് നോക്കാം, എന്തെങ്കിലും അധികമായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ടോ? ഉണ്ട്. പെരിയാർ നദിയെക്കുറിച്ച് നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആ പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഈ നദിയുടെ നീളം എത്ര എന്ന കാര്യം, അല്ലെ? ഈ നദിയുടെ നീളം എത്ര? 244 കിലോമീറ്റർ നീളമുള്ള നദിയാണ്. 244 കിലോമീറ്റർ നീളമുള്ള നദിയാണ്. അതുകൊണ്ട് തന്നെ പെരിയാർ എന്തായി? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായി മാറി. നമുക്ക് ഫാക്ട്സിലേക്ക് ഒന്ന് പോകാമല്ലോ. കാരണം നദികൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയിലും എന്ത് ചെയ്യാം? നദികൾ വന്നേക്കാം, അല്ലെങ്കിൽ കായല് വന്നേക്കാം. പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ നദി ഉത്ഭവിക്കുന്നത് എവിടെയാ? എവിടെ നിന്നുമാണ്? യെസ്, ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന നദിയാണ് പെരിയാർ. ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിച്ചു വരുന്നു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇതിന്റെ നീളം എത്രയാ? 244 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്. ഒരുപാട് ജലമുണ്ട് ഈ നദിയിൽ. കാരണം 244 കിലോമീറ്റർ എന്തുണ്ട്? നീളമുണ്ട്. കേരളത്തിന്റെ ജീവരേഖ കേരളത്തിന്റെ ജീവരേഖയാണ് പെരിയാർ. തിരുവിതാംകൂറിന്റെ ജീവരേഖയാണ് പമ്പ, അല്ലെ? കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ്. അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ നദിയാണ്. അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്നു. ശങ്കരാചാര്യർ ഈ നദിയെ വിശേഷിപ്പിച്ചത് എന്താണ്? പൂർണ നദി എന്നാണ്, അല്ലെ? അർദ്ധശാസ്ത്രത്തിൽ ചൂർണിയാണെങ്കിൽ ശങ്കരാചാര്യർ ഇതിനെ വിളിച്ചത് പൂർണ എന്നാണ്. ഇതിന്റെ മറ്റു പേരാണ് ആലുവാപ്പുഴ, കാലടിപ്പുഴ. ആലുവയിലെത്തിയാൽ ആലുവാപ്പുഴയായി, കാലടിയിലെത്തിയാൽ ഇത് കാലടിപ്പുഴയായി, അല്ലെ? ശങ്കരാചാര്യർ എന്ന് പറയുന്ന നവോത്ഥാന നായകനുമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലമാണ് കാലടി. ആ കാലടി മേഖലയിൽ ഈ നദിയെ കാലടിപ്പുഴ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ശങ്കരാചാര്യർ, കാലടിക്കാരനായിരുന്ന ശങ്കരാചാര്യർ, അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്താണ്? പൂർണ്ണ എന്നുമാണ്. ഈ പെരിയാർ നദിയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ? കാരണം ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളും പെരിയാറിലാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളും പെരിയാറിലാണ്. ആ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാ? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ഇടുക്കി, ലോവർ പെരിയാർ. ഈ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളെല്ലാം പെരിയാർ നദിയിലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാം ഉണ്ട്. ഏതാ? മുല്ലപ്പെരിയാർ ഡാം. പെരിയാറിന്റെയും മുല്ലയാറിന്റെയും സംഗമസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിലേക്ക് ആദ്യമായിട്ട് ഒഴുകിയെത്തുന്ന പോഷക നദികളിൽ ഒന്നാണ്, അല്ലെ, മുല്ലയാർ. ആ മുല്ലയാർ നദി സംഗമിക്കുന്ന സ്ഥലത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ ഒന്നാണ്. ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഡാം. ഈ ഡാം ജോൺ പെനിക്വിക് എന്ന് പറയുന്ന വ്യക്തി നിർമ്മിച്ച ഈ ഡാം സുർക്കി എന്ന് പറയുന്ന മിശ്രിതം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ്. ഒരുപാട് കാലം ആയുസ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ ഡാമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം. ഈ ഡാമിന്റെ പേരിൽ വിവാദമായിട്ടുള്ള ഒരു കരാറൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ? 999 വർഷത്തേക്ക് എഴുതിയിരിക്കുന്ന ഒരു കരാറുണ്ടായിരുന്നു. അതിനെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് 999 ഡാം എന്ന് പറയുന്ന ഒരു മലയാള സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഏറ്റവും പഴക്കം ചെന്ന ഡാം മുല്ലപ്പെരിയാർ ഡാം നമ്മുടെ പെരിയാറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത നദി ഏതാണ്? ഈ നദിയുടെ പേരറിയണമെങ്കിൽ ഈ നദിയുടെ ചിത്രത്തിലേക്ക് നോക്കിയാൽ മതി, അല്ലെ? കണ്ടു കഴിഞ്ഞാൽ സങ്കടം വന്നു പോകുന്ന കേരളത്തിലെ ഒരു നദി. നദിയുടെ പേരെന്താണ്? യെസ്, ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയൊക്കെയാണ്, അല്ലെ? ഭാരതപ്പുഴ 209 കിലോമീറ്റർ നീളമുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ 2ാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. പക്ഷേ നദിയുടെ അവസ്ഥ നീളം മാത്രമേ ഉള്ളൂ. വളരെ പരിതാപകരമാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാർക്കൊക്കെ ഈ നദിയുടെ അവസ്ഥ കൃത്യമായിട്ട് അറിയാം. ഇത് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. ആദ്യകാലത്ത് ഈ നദി അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു നിള, അല്ലെ? നിള എന്നറിയപ്പെടുന്നു. അതുപോലെ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ്. കേരളത്തിന്റെ നൈലാണ്
അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കേരളത്തിന്റെ നൈൽ നദി, അതുപോലെ പേരാർ, പൊന്നാനിപ്പുഴ, പിന്നെ എഴുത്തച്ഛൻ ഈ നദിയെ വിശേഷിപ്പിച്ചു എന്ത്? ശോകനാശിനിപ്പുഴ. ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനാണ്. ഒരുപാട് പേരുകളുണ്ട് നമ്മുടെ നദിക്ക്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന മറ്റു ചില ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നിളയുടെ കഥാകാരൻ ചോദ്യം കണ്ടിട്ടുണ്ടാവും അല്ലെ? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? നിളയുടെ കഥാകാരൻ എം.ടി. വാസുദേവൻ നായരാണ്. എം.ടി. വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? പി. കുഞ്ഞിരാമൻ നായരുമാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം.ടി. വാസുദേവൻ നായർ, നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? പി. കുഞ്ഞിരാമൻ നായരുമാണ്. നമുക്ക് നോക്കാം ഇനി എന്താണ്. പമ്പാ നദിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അല്ലെ? സോ പമ്പ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നദിയാണ് പമ്പാ നദി. പമ്പയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ വരാറുണ്ട്. കാരണം പെരിയാർ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭാരതപ്പുഴയേക്കാൾ കൂടുതൽ ചോദ്യം വന്നിരിക്കുന്ന നദി ഏത് തന്നെയാ? നമ്മുടെ പമ്പാ നദി തന്നെയാണ്. സോ പമ്പാ നദിയുടെ ഉത്ഭവം എവിടെ നിന്നുമാണ് ഈ നദി ഉത്ഭവിക്കുന്നത്? പീരുമേട് പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന പുളിച്ചിമലയിൽ നിന്നുമാണ്. പുളിച്ചിമലയിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. പീരുമേട് പീഠഭൂമിയിലാണ് എന്ത്? പീരുമേട് പീഠഭൂമിയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പുളിച്ചിമല. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി. മൂന്നാമത്തെ നീളം കൂടിയ നദി എന്ന് പറയുമ്പോൾ നമ്മൾ ആ നീളം അറിഞ്ഞിരിക്കണമല്ലോ. എത്ര കിലോമീറ്റർ ആണ്? 176 കിലോമീറ്റർ നീളമുള്ള നദിയാണ് ഇത് പമ്പ. പ്രാചീന കാലത്ത് നമ്മുടെ പമ്പാ നദി അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? ദക്ഷിണ ഭാഗീരഥി എന്നതൊരു വിശേഷണമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് ബാരിസ് എന്നാണല്ലേ? ബാരിസ്. പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് ബാരിസ് എന്നാണ്. തിരുവിതാംകൂറിന്റെ ജീവനദി, ജീവരേഖ എന്നൊക്കെ പമ്പ അറിയപ്പെടുന്നുണ്ട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇത് കുട്ടനാട്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. കേരളത്തിന്റെ പുണ്യനദി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. നമുക്ക് അടുത്ത നദിയിലേക്ക് പോവാം. അടുത്ത നദി ഏതാണ്? പമ്പ കഴിഞ്ഞാൽ ചാലിയാർ. ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്ഭവസ്ഥാനം എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്ന്. ഇളമ്പലേരി. വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്നുമാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്. ചാലിയാറിന്റെ പതനം അവസാനം എവിടെയാണ്? യെസ്, അറബിക്കടലിലാണ്. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ഇത് ചാലിയാർ. 169 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നീ പേരുകളിലൊക്കെ ചാലിയാർ അറിയപ്പെടാറുണ്ട്. മറ്റു പേരുകളും നമ്മൾ മെൻഷൻ ചെയ്തു. ചാലിയാർ അറബിക്കടലുമായിട്ട് ചേരുന്ന സ്ഥലമാണ് ഇത്. ബേപ്പൂര് ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ കമ്പനിയാണ് ഇത്. യെസ്, മാവൂർ ഗ്വാളിയറൻസ് ഫാക്ടറി. മാവൂരാണ് ഈ ഒരു ബിർളയുടെ കമ്പനി അല്ലെ? ഈ ഒരു കമ്പനി, ഈ ഒരു ഫാക്ടറിയിലെ അവശിഷ്ടങ്ങൾ ഈ നദിയിലേക്ക് തള്ളിയതിന്റെ ഭാഗമായിട്ടാണ് ഈ നദി മലിനീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാലും ഒക്കെ റിക്കവർ ചെയ്ത് വന്നു അല്ലെ? മലിനീകരണമൊക്കെ കാരണം ആ ഫാക്ടറിക്ക് പൂട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായി. എന്നാലും കുറെ മാറ്റങ്ങൾ സംഭവിച്ചു. കേരളത്തില് വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം അത് ചാലിയാർ പ്രക്ഷോഭമാണ്. വായുവിന് വേണ്ടിയിട്ടോ ജലത്തിന് വേണ്ടിയിട്ടോ അല്ല ജലമലിനീകരണത്തിനെതിരെയോ കേരളത്തിൽ ആദ്യമായിട്ടൊരു പ്രക്ഷോഭം നടക്കുന്നത് എവിടെയാ? കോഴിക്കോട് ജില്ലയിലെ ചാലിയാർ നദിയുടെ തീരത്തുള്ള മാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നദികളിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു നദിയാണ് ഇത് ചാലക്കുടിപ്പുഴ. 145 കിലോമീറ്റർ നീളമുള്ള ചാലക്കുടിപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദിയാണ് ഇത് ചാലക്കുടി. ചാലക്കുടി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ആനമലയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ചാലക്കുടിയുടെ പതനസ്ഥാനം എവിടെയാണ്?
പെരിയാറിലാണ് ഇത് പതിക്കുന്നത്. ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലം, ആ രണ്ട് നദി കൂടെ ജോയിൻ ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ വെച്ചാണെന്ന് അറിയാം. സ്ഥലത്തിന്റെ പേരാണ് പുത്തൻവേലിക്കര. പുത്തൻവേലിക്കര ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി അല്ലെ. ഒരുപാട് മത്സ്യങ്ങൾ ലഭ്യമാണ്. അതൊരു ജൈവ വൈവിധ്യങ്ങൾ കൂടുതലാണ്. ചാലക്കുടി പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ നമുക്ക് അതിവേഗം ഒന്ന് പറഞ്ഞാലോ. ഷോളയാർ, കാരപ്പാറ നദി, കുരിയാർകുട്ടി, പറമ്പിക്കുളം. ഇതൊക്കെയാണ് ചാലക്കുടി പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികള്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ഏതെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം, ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്ത് ചാലക്കുടി. യെസ്, ചാലക്കുടി പുഴയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളിൽ ഒന്ന് ആതിരപ്പള്ളിയാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. മറ്റൊരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് വാഴച്ചാൽ. മറ്റൊന്ന് പെരിങ്ങൽകൂത്ത്. ആതിരപ്പള്ളി, വാഴച്ചാല്, പെരിങ്ങൽകൂത്ത് വെള്ളച്ചാട്ടങ്ങളൊക്കെ ചാലക്കുടി പുഴയിലാണ്. ഈ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. അതേതാ? അത് ആതിരപ്പള്ളിയാണ് അല്ലെ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്ന് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. അതും ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി പുഴയിൽ ചോദിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതി. ചാലക്കുടി പുഴയിലെ പ്രധാനപ്പെട്ട ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ഇത്, ഷോളയാർ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി പോലെ തന്നെ ചാലക്കുടി പുഴയിലെ മറ്റൊരു ജലവൈദ്യുത പദ്ധതി കൂടെ നമുക്ക് പഠിച്ചിരിക്കണം. അതിന്റെ പേരാണ് പെരിങ്ങൽകൂത്ത്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതിയും എവിടെയാണ്? യെസ്, പെരിങ്ങൽകൂത്തും എവിടെയാണ്? നമ്മുടെ ചാലക്കുടി പുഴയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിങ്ങൽകൂത്ത്. ക്ലിയർ? യെസ്. 47ാമത്തെ ചോദ്യമാണ് അല്ലെ. പ്രാചീന തുറമുഖമായ മുസിരിസ് ഇതിൽ ഏത് സ്ഥലത്താണ്? മുസിരിസ് ഇതിൽ ഏത് സ്ഥലമാണ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ ഏത് സ്ഥലമാണ്? പൊന്നാനി, കൊടുങ്ങല്ലൂർ, കൊല്ലം, വർക്കല. കേരള ചരിത്രത്തിൽ കൃത്യമായിട്ട് സ്ഥാനം നേടിയിരിക്കുന്ന ഒരു തുറമുഖമായിരുന്നു ഏത്? മുസിരിസ് എന്ന് പറയുന്നത് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ തുറമുഖമാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ എത്തിയിരിക്കുന്ന സഞ്ചാരികളെല്ലാം കൊടുങ്ങല്ലൂരിലേക്കായിരുന്നു വരുന്നത്, അല്ലെങ്കിൽ മുസിരിസിലേക്കാണ് വരുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുസിരിസ് ഏത് സ്ഥലത്താണ്? അത് കൊടുങ്ങല്ലൂരാണ്. പഴയകാല സഞ്ചാരികളൊക്കെ വന്നത് ഇങ്ങോട്ടാണ്. എന്നാൽ 1341 പെരിയാർ നദിയിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഈ 1341 പെരിയാറിലെ വെള്ളപ്പൊക്കത്തില് 2 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്തായിരുന്നു? യെസ്, നമ്മുടെ മുസിരിസ് തുറമുഖം നശിച്ചുപോയി. കൊടുങ്ങല്ലൂർ തുറമുഖം നശിച്ചുപോയി. കാരണം കരകവിഞ്ഞൊഴുകിയ പെരിയാറ് വഹിച്ചു കൊണ്ടുവന്നതെല്ലാം ഈ കൊടുങ്ങല്ലൂർ കൊണ്ടുപോയി നിക്ഷേപിച്ചു, മുസിരിസിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അങ്ങനെ നമ്മുടെ മുസിരിസ് തുറമുഖം നശിച്ചുപോയി. പക്ഷെ പ്രശ്നമൊന്നുമില്ല, നമുക്കൊരു കുറ്റബോധവും ഇല്ല. കാരണം എന്താ? തൊട്ടപ്പുറത്ത് മറ്റൊരു തുറമുഖം ഇതേ വെള്ളപ്പൊക്കം തന്നെ നമുക്ക് നിർമ്മിച്ചു തരികയും ചെയ്തിരുന്നു. അതാണ് കൊച്ചി തുറമുഖം അല്ലെ. അപ്പൊ 1341 പെരിയാറിലെ വെള്ളപ്പൊക്കത്തിൽ ഒരു തുറമുഖം പോയാൽ എന്താ? നമുക്ക് മറ്റൊരു തുറമുഖം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്ന തുറമുഖമായ മുസിരിസ് കൊടുങ്ങല്ലൂരാണ്. അതിൽ ഓപ്ഷനിൽ കണ്ട മറ്റൊരു തുറമുഖമായിരുന്നു ഏത്? പൊന്നാനി, കൊല്ലം, വർക്കല. പൊന്നാനി മലപ്പുറം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ നഗരമാണ് പൊന്നാനി. മസ്ജിദുകളുടെ നഗരം എന്നാണ് ഈ അറിയപ്പെടുന്നത് തന്നെയല്ലേ പൊന്നാനി. പ്രാചീന കാലത്ത് ടിൻഡിസ് എന്നറിയപ്പെട്ടിരുന്നത് പൊന്നാനിയാണെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ഭാരതപ്പുഴ
കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ചാണ്. ഓപ്ഷനിൽ കണ്ട മറ്റൊരു കാര്യമായിരുന്നല്ലോ കൊല്ലം, അല്ലെ? ഇവിടെ പുരാണനാമം അല്ലെങ്കിൽ പഴയ പേരിനാണല്ലോ ഇവിടെ പ്രാധാന്യമുള്ളത്. കാരണം മുസിരിസ് കൊടുങ്ങല്ലൂരാണ്, ടിൻഡിസ് പൊന്നാനിയാണ്. അപ്പം കൊല്ലത്തോ? ദേശിംഗനാട് എന്നും കുരക്കേണിക്കൊല്ലം എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം. ദേശിംഗനാട് എന്നും പിന്നെന്താ പേര്? യെസ്, കുരക്കേണിക്കൊല്ലം എന്നും പറയപ്പെട്ട സ്ഥലമാണ് എന്ത്? കൊല്ലം. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന ചൊല്ല് ഈ തുറമുഖ നഗരത്തിന്റെ പ്രതാപത്തെ സൂചിപ്പിക്കുന്നു. ഈ തുറമുഖ നഗരത്തിന്റെ പ്രതാപത്തെ സൂചിപ്പിക്കുന്ന ഒരു ചൊല്ലാണ് എന്ത്? കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു കൊല്ലത്തുണ്ടായിരുന്നത്. ദേശിംഗനാട് ചരിത്രത്തില് വലിയൊരു സ്ഥലമായിട്ടാണ്, അല്ലെ, ഒരു പ്രതാപകാലത്തൊരു വലിയ സ്ഥലമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട. യെസ്, വർക്കല. ഓപ്ഷൻ 4, ഓപ്ഷൻ ഡി വർക്കലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ബലിതർപ്പണത്തിന് പ്രസിദ്ധമായ പാപനാശം കടപ്പുറത്താണ്. ഇവിടെ നമുക്ക് വേണ്ട പഴയ പേരെന്താണ്? യെസ്, ബലിത. ബലിത. പഴയ പേരുകളല്ലേ ചർച്ച ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ വർക്കലയുടെ പഴയ പേരൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് അത്? ബലിത എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. അടുത്ത ചോദ്യമോ കേരളത്തിലെ ഏറ്റവും പഴയ ജലവൈദ്യുത പദ്ധതി. രാവിലെയും ഉച്ചയ്ക്കും വന്ന 2 ചോദ്യങ്ങൾ. രാവിലെ ചോദിച്ചു ആദ്യ ജലവൈദ്യുത പദ്ധതി, പിന്നീട് ചോദിച്ചു പഴയ ജലവൈദ്യുത പദ്ധതി. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. എന്തായാലും നമ്മുടെ ഉത്തരം ഏതാണ്? യെസ്, അത് പള്ളിവാസലാണ്. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. പള്ളിവാസലാണ്, അല്ലെ? പള്ളിവാസൽ. കണക്റ്റഡ് ആയിട്ടുള്ള ചില ഫാക്ടുകൾ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിലെ 2ാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. ഏറ്റവും വലിയ 2ാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ഈ ഒരു സ്ലൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ജലവൈദ്യുത പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടുകൾ പൂർണ്ണമായിട്ട് നിങ്ങൾ പഠിച്ചു തീർത്തിട്ടില്ലെങ്കിലും ഈ ഒരു സ്ലൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം നിർമ്മിക്കപ്പെട്ട സ്ഥലം ഏത്? പത്തനംതിട്ട, മൂവാറ്റുപുഴ, മലമ്പുഴ, ഇടുക്കി. പത്തനംതിട്ട, മൂവാറ്റുപുഴ, മലമ്പുഴ, ഇടുക്കി. ഫസ്റ്റ് ആർച്ച് ഡാം നമ്മൾ സിനിമയിലൊക്കെ കണ്ടു പരിചയമുണ്ട്. ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആ വിഷ്വൽസ് ഒക്കെ ഏറ്റവും മനോഹരമായിട്ട് കാണാൻ സാധിച്ച ഒരു സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം. മറ്റൊരു സിനിമയാണ് ഇടുക്കി ഗോൾഡ്. ആ കമാനാകൃതിയിലുള്ള ആ അണക്കെട്ട് കാനഡയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച അണക്കെട്ട്. യെസ്, ഇടുക്കി ഡാം. നമ്മുടെ ഉത്തരം ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ കുറവൻ കുറത്തി എന്ന് പറയുന്ന 2 മലകൾക്കിടയിലായിട്ടാണ്, അല്ലെ? ഈ 2 ഗ്രാനൈറ്റ് മലകൾക്കിടയിലുള്ള ഇടുങ്ങിയ മലയിടുക്കില് പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇരട്ട വക്രതയിലുള്ള കമാന അണക്കെട്ടാണ് ഏത്? ഇടുക്കി ഡാം. സഹായിച്ചത് ആരാണ്? കാനഡ. ചെറുതോണി, കുളമാവ് എന്നീ മറ്റ് 2 ഡാമുകൾക്കൊപ്പമാണ് ഈ ഡാം. ശരിക്കും ഇടുക്കി ഡാം എന്ന് പറഞ്ഞാൽ ഒരു ഡാം അല്ല, 3 ഡാമുകളാണ്. ചെറുതോണി, കുളമാവ്, ഇടുക്കി ആർച്ച് ഡാം, അല്ലെ? ഷട്ടർ ഉള്ളത് ചെറുതോണി ഡാമിനാണല്ലോ ഷട്ടർ ഉയർത്തുക. യെസ്. ഓപ്ഷനിൽ കണ്ട മറ്റൊരു സ്ഥലമായിരുന്നു പത്തനംതിട്ട. പത്തനംതിട്ടയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു LGS ലെവൽ എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ലയാണ്. പമ്പാ നദി ഒഴുകുന്നതും കക്കി ഡാം, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി എന്നിവയും ഈ ജില്ലയിലാണ്. മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? 3 പുഴകളെ യോജിക്കുകയാണ്, അല്ലെ? എറണാകുളം ജില്ലയിലെ പ്രധാന നഗരമാണ് മൂവാറ്റുപുഴ. തൊടുപുഴയാറ്, കാളിയാറ്, കോതയാറ് എന്നീ 3 നദികൾ സംഗമിക്കുന്നു. അങ്ങനെ ഇതെന്തായി? മൂവാറ്റുപുഴയായി. കാളിയാർ, കോതയാർ, തൊടുപുഴയാർ ഇത് സംഗമിക്കുന്ന അല്ലെങ്കിൽ ഈ നദിയിലാണ് ഏത്? യെസ്, റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് മൂവാറ്റുപുഴയ്ക്കടുത്ത് ഐരാപുരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? യെസ്, പാമ്പാടുംചോല ദേശീയോദ്യാനം കേരളത്തിലെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു?
നമ്മുടെ മാരത്തോൺ നടന്ന സമയത്ത് നമ്മളവിടെ എടുത്തു പറഞ്ഞ കാര്യമായിരുന്നു എന്ത്? ദേശീയോദ്യാനം, വന്യജീവി സങ്കേതം, പക്ഷി സങ്കേതം, ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നിൽ ഒതുക്കിയില്ല അല്ലെ, ഒരു ചോദ്യത്തിൽ ഒതുക്കിയില്ല. പക്ഷിസങ്കേതവും ചോദിച്ചു, ദേശീയോദ്യാനവും ചോദിച്ചു. പാമ്പാടും ചോല ദേശീയോദ്യാനം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളൊക്കെ എവിടെയാണ്? ഇടുക്കിയാണ്. ഒരെണ്ണം മാത്രമാണ് പാലക്കാട്ടേക്ക് പോയിരിക്കുന്നത് അല്ലെ, സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ബാക്കിയെല്ലാം ഇടുക്കി തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ വനമേഖലകളിൽ താഴെ പറയുന്ന സംരക്ഷിത പ്രദേശങ്ങളെ വടക്ക് നിന്ന് തെക്കോട്ട് ക്രമീകരിച്ചാൽ ശരിയായ ക്രമം ഏതാണ്? വടക്ക് നിന്ന് തെക്കോട്ട് അല്ല, വടക്ക് നിന്ന് തെക്കോട്ട് എന്ന് പറയുമ്പോ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. നെയ്യാറ്, ആറളം, പെരിയാറ്, കരിമ്പുഴ വടക്ക് നിന്നുമാണ്. വടക്ക് നിന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ആറളമാണ് അല്ലെ, ആറളമാണ്. വടക്കൻ കേരളത്തിലാണ്, കണ്ണൂരാണ് ആറളം. അപ്പം നമ്മൾ അവിടെ നിന്ന് തുടങ്ങുക. അപ്പം ഓപ്ഷൻ 3 ആദ്യം വരുന്നത് 2 എണ്ണം ഉണ്ട്. സിയും ഡിയും എന്താണ്? ആറളത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ? രണ്ടാമത്തേത് ഏതാണെന്ന് നോക്കുക. രണ്ടാമത്തേത് ഏതാണ്? കരിമ്പുഴ മലപ്പുറത്താണ് അല്ലെ. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന ഏതാണ്? പെരിയാറ്. പെരിയാറ് താഴേക്ക് വന്നു അല്ലെ. അപ്പൊ ഇത് ആദ്യത്തെ 2 എണ്ണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിട്ടി. ആറളവും കഴിഞ്ഞ് അതിന് താഴെയാണ് കരിമ്പുഴ. കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. യെസ്, കരിമ്പുഴ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും പുതിയ വന്യമൃഗ സങ്കേതമാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ് ആണ്, ഓർത്തു വെക്കുക. പെരിയാർ വന്യമൃഗ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലകൾ, ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. കരിമ്പുഴയുടെയും തെക്കായിട്ടാണ് പെരിയാർ വരുന്നത്. ആറളം കണ്ണൂർ ജില്ലയിലാണ്, ഏറ്റവും വടക്കായിട്ട് ആറളമാണ്. നെയ്യാറ് ഏറ്റവും താഴെയാണ്, തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് നെയ്യാർ വന്യമൃഗ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന പേഴ്സണാലിറ്റി ആരാണ്? യെസ്, ഓപ്ഷൻ ബി, കല്ലേൻ പൊക്കുടൻ. കല്ലേൻ പൊക്കുടൻ ആണ് അല്ലെ, കല്ലേൻ പൊക്കുടൻ. കണ്ടൽക്കാടുകൾക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കേരളത്തിൽ കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഇത്, കണ്ടൽ വനങ്ങൾക്കിടയിലെ ജീവിതം. യെസ്, ഓക്കെ. അടുത്ത ചോദ്യം. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, താമര, ചെമ്പരത്തി, അരളി. ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. കാസിയ ഫിസ്റ്റുല എന്നറിയപ്പെടുന്ന കണിക്കൊന്നയാണ് അല്ലെ, കാസിയ ഫിസ്റ്റുല. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാസിയ ഫിസ്റ്റുല. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ബേസിക് ഫാക്ട്സുകൾ ചോദ്യം കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇതുകൂടെ ഇവിടെ പറയുന്നത്. എന്താണ് കേരളത്തിന്റെ ഒഫീഷ്യൽ ആനിമൽ, ഔദ്യോഗിക മൃഗം ഏതാണ്? ആനയാണ്. ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ്. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. ഔദ്യോഗിക ശലഭം, ചിത്രശലഭം ബുദ്ധമയൂരി. ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക ഉഭയജീവി മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ്, മലബാർ പറക്കും തവള. അടുത്ത ചോദ്യം. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം? താമരശ്ശേരി, കുമളി, പാലക്കാട്, പേരമ്പാടി. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും പാലക്കാടും തമിഴ്നാടും കേരളവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് ചുരം ഇതിലുണ്ടല്ലോ അല്ലെ. പക്ഷേ ഒരു പാരമ്പര്യമായിട്ട് വരുന്ന രീതി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉത്തരം ഇത് തന്നെ, പാലക്കാട്. കാരണം ഏറ്റവും വലിയ ചുരം പാലക്കാട് തന്നെയാണ്. ഏറ്റവും വലിയൊരു ചുരം പാലക്കാടാണ്. കേരളവും തമിഴ്നാടുമായിട്ടുള്ള ഏറ്റവും വലിയ കണക്ഷൻ പാലക്കാടാണ്. സോ ഇവിടെ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതെന്നാണ് അടുത്ത ചോദ്യം. ബേപ്പൂര്, നീണ്ടകര, വിഴിഞ്ഞം, അഴീക്കൽ. ഇതൊക്കെയാണ് ഓപ്ഷനിൽ കാണുന്നത്. ബേപ്പൂര്, നീണ്ടകര, വിഴിഞ്ഞം, അഴീക്കൽ. കേരളത്തിലെ ഏറ്റവും വലിയ, നോ ഡൗട്ട്, നീണ്ടകര അല്ലെ. നീണ്ടകര നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്ട് മാത്രം ഓർത്താ മതി അല്ലെ. അതും UN-ന്റെ പങ്കാളിത്തത്തോടുകൂടി നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് നീണ്ടകര ഫിഷറീസ് പ്രൊജക്ട്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. കൊല്ലം ജില്ലയിലാണ്. നോർവീജിയൻ സർക്കാരിന്റെ സഹായത്തോടെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അഷ്ടമുടിക്കായല് അറബിക്കടലുമായിട്ട് കൂടിച്ചേരുന്ന സ്ഥലത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചാകരയ്ക്ക് പേര് കേട്ട തീരപ്രദേശവും കൂടെയാണ് ഇത്
നീണ്ടകര. യെസ്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ എക്സാമിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നോക്കുക. കാരണം രാവിലെ ചോദിച്ച ചോദ്യം ഉച്ചക്കത്തെ പരീക്ഷയ്ക്ക് അവർ വീണ്ടും ഇട്ടിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷകളിലും ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ചേക്കാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ ആവർത്തിച്ചേക്കാം, ഇതിൽ കണ്ട ഓപ്ഷനുകൾ അടുത്ത ചോദ്യമായിട്ട് വന്നേക്കാം. എന്തായാലും ഫേസ് 1 എഴുതിയവർക്ക് ഒരാശ്വാസമായി. ഈ കേരള ജോഗ്രഫി സിമ്പിൾ ആയിരുന്നു, പക്ഷെ ഇന്ത്യൻ ജോഗ്രഫി കഷ്ടപ്പെടുത്തിയിരുന്നു. ആ പരീക്ഷയിൽ ചോദ്യപേപ്പർ മാറി പരീക്ഷ അസാധുവായ കുറച്ച് ആളുകളുണ്ട്. അവർക്കും സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ ഒട്ടും എഴുതാൻ പറ്റാത്തവർക്കും ഇനി വരാൻ പോകുന്ന തേർഡ് ഫേസും ഫോർത്ത് ഫേസും എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു മികച്ച വിജയം തന്നെ അല്ലെങ്കിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കാണാം നമുക്ക് വീണ്ടും. നമസ്കാരം, എല്ലാവർക്കും സൈലം BSCയുടെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് 10th പ്രിലിംസിൻ്റെ 1-2 എക്സാംസ് ഒക്കെ നടന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില എക്സാംസ് ക്യാൻസൽ ആവുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ആ 2 സ്റ്റേജ് എക്സാമുകളിൽ നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഫിസിക്സിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് 2 എക്സാമിനുമായിട്ട് 12ഓളം ചോദ്യങ്ങളാണ് ഫിസിക്സിൽ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ ഏത് ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നതെന്നും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം വരുന്നത് ഫിസിക്സിൽ ആദ്യത്തെ 1-2 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം പോയേക്കണേ. 2 ക്വസ്റ്റ്യൻസിലും സമാനമായ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി ഡാഷ് വാട്ട് ആണ്. ഓപ്ഷൻസ് നോക്കുക: 546, 746, 946, 476. ഇങ്ങനെ 4 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആൻസർ എന്ന് ചോദിച്ചാൽ നമുക്ക് ബൈഹാർട്ടഡ് ആയിരിക്കും. അതിൽ ആൻസർ ഇടവും വലവും നോക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പവർ അളക്കുന്ന യൂണിറ്റ് വാട്ടും ഉയർന്ന ശക്തി പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഹോഴ്സ് പവറാണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ് നമുക്കറിയാം. അപ്പോൾ ഒരു ഹോഴ്സ് പവർ അല്ലെങ്കിൽ ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് പവർ എന്നതിനെക്കുറിച്ച് ആദ്യം നോക്കുക. പവർ എന്ന് പറയുന്നത് നിശ്ചിത സമയം കൊണ്ട് ചെയ്ത പ്രവൃത്തിയുടെ അളവാണ്. അപ്പോൾ എന്താണ് പവർ എന്ന് ചോദിച്ചാൽ പവറിനെ നമ്മൾ മലയാളത്തിൽ ശക്തി എന്ന് പറയും. പവർ അല്ലെങ്കിൽ ശക്തി. അപ്പോൾ ഈ പവർ അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ഇത്ര മാത്രം നോക്കിയാൽ മതി: പ്രവൃത്തി ബൈ സമയം. നിശ്ചിത സമയം കൊണ്ട് ചെയ്ത പ്രവൃത്തിയുടെ അളവിനെയാണ് ശക്തി എന്ന് പറയുക. അപ്പം നിശ്ചിത സമയം കൊണ്ട് ചെയ്ത പ്രവൃത്തിയുടെ അളവിനെ നമ്മൾ ശക്തി എന്ന് പറഞ്ഞു. ഈ ശക്തി ഇത്രയുള്ള കാര്യം, നിശ്ചിതമായൊരു സമയം, നമ്മളിപ്പോൾ ഒരു സമയമെടുത്തു, ഈ സമയം കൊണ്ട് എത്രത്തോളം പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്നതിനെ നമ്മൾ ശക്തി എന്ന് പറഞ്ഞു. ഈ ശക്തി അളക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട യൂണിറ്റുകൾ നോക്കുകയാണെങ്കിൽ, അതിൽ ഏറ്റവും ആദ്യം പറയുന്ന യൂണിറ്റ് വാട്ടാണ്. ശക്തി അളക്കുന്ന ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ശക്തിയുടെ ആദ്യത്തെ യൂണിറ്റ് വാട്ടാണെങ്കിൽ ശക്തി അല്ലെങ്കിൽ പവർ പ്രസ്താവിക്കുന്നതിന് ഉയർന്ന ശക്തിയൊക്കെ പ്രസ്താവിക്കാൻ വാഹനങ്ങളുടെ പവർ പറയുക, യന്ത്രഭാഗങ്ങളുടെ പവർ പറയുക, മോട്ടോറിന്റെ പവർ പറയുക. അവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും 1 HP മോട്ടോർ പറയുമ്പോഴേ 1 HPയുടെ മോട്ടോർ, 2 HPയുടെ മോട്ടോർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ HP എന്ന് പറയുന്നത് ഹോഴ്സ് പവർ അല്ലെങ്കിൽ കുതിരശക്തിയാണ്. അപ്പോൾ ഈ മോട്ടോറുകളുടെയോ വാഹനങ്ങളുടെയോ ശക്തി പ്രസ്താവിക്കുന്ന യൂണിറ്റ്, പവർ പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ എന്ന് പറയുക. ഇനി അങ്ങനെയാണെങ്കിൽ ശക്തി അളക്കുന്ന 3ാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പവറിന്റെ 3ാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ, അവിടെ നോക്കിക്കേ, പ്രവൃത്തി അളക്കുന്ന യൂണിറ്റ് ജൂൾ അല്ലേ? പ്രവൃത്തി അളക്കുന്ന യൂണിറ്റ് ജൂളാണ്. സമയം അളക്കുന്ന യൂണിറ്റ് ഏതായിരിക്കും? സെക്കൻഡ്. ഇത് രണ്ടും ചേർത്ത് ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റും പറയാം. അപ്പോൾ ഈ ശക്തി അല്ലെങ്കിൽ പവർ പ്രസ്താവിക്കുന്ന പ്രധാനപ്പെട്ട യൂണിറ്റുകൾ, 1 നമ്മൾ പറഞ്ഞു വാട്ടാണ്, 2 കുതിരശക്തിയാണ്, 3ാമത്തത് ജൂൾ പെർ സെക്കൻഡ് ആണ്.
അപ്പോൾ ഈ 3 യൂണിറ്റുകൾ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് എന്ന് പറയുന്നത് സാധാരണയായിട്ട് പവർ പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഉയർന്ന ശക്തി പ്രസ്താവിക്കുന്ന യൂണിറ്റിനെ അല്ലേ നമ്മൾ എന്ത് പറയുക, ഹോഴ്സ് പവർ എന്ന് പറയുക. അപ്പോൾ ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ അത് 746 വാട്ടാണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ അത് 746 വാട്ടാണ്. നമ്മളിപ്പോൾ പറയും ഒരു മോട്ടോറിൻ്റെ പവർ പറയുമ്പം 1 HP മോട്ടർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ് ആ മോട്ടറിൻ്റെ പവർ. 2 HP മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 746 746. ഓക്കെ, അപ്പോൾ ഇങ്ങനെ HP അല്ലെങ്കിൽ ഹോഴ്സ് പവർ എന്ന് പറയുന്ന ഉയർന്ന ശക്തി പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ്. 746 വാട്ടിനെയാണ് ഒരു കുതിരശക്തി എന്നും പറയുക. പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അവിടെ നോക്കിക്കേ, പവറിൻ്റെ യൂണിറ്റിനെ കുറിച്ചാണ് ചോദ്യം. നിങ്ങൾ എപ്പോഴും നിർബന്ധമായിട്ട് നോക്കേണ്ട കാര്യം, യൂണിറ്റുകളിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് എപ്പോഴും ചോദിക്കും. ഓക്കെ, സാധാരണഗതിയിൽ യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് യൂണിറ്റ് നിർബന്ധമായിട്ട് നോക്കി വെക്കണം. ഇതേപോലെ തന്നെ കണക്റ്റീവായിട്ട് നമുക്ക് ചോദിച്ചേക്കുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഊർജത്തിൻ്റെ SI യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പവറിൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ രണ്ടാമത്തേൽ ചോദിച്ചേക്കുന്ന യൂണിറ്റ് ഊർജത്തിൻ്റെ യൂണിറ്റാണ്, എനർജി അല്ലെങ്കിൽ ഊർജം. അപ്പോൾ ആ യൂണിറ്റിലേക്ക് പോണതിന് മുമ്പായിട്ട് എന്തിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുക? ഈ ഊർജം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എബിലിറ്റി ടു ഡു വർക്ക്, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ ഊർജം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഊർജം എന്ന പദം ഇത് ആവിഷ്കരിച്ചത് ആരാ? ഊർജം എന്ന പദം ആവിഷ്കരിച്ചത് തോമസ് യങ് ആണ്. ഓക്കെ, പ്രാഥമിക വർണ്ണങ്ങൾ 3 പറഞ്ഞ തോമസ് യങ്. പ്രൈമറി കളേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക വർണ്ണങ്ങൾ 3 എന്ന് പ്രസ്താവിച്ചത് തോമസ് യങ്. പച്ച, നീല, ചുവപ്പ് ഈ 3 പേര് പ്രാഥമിക വർണ്ണങ്ങളല്ലേ? ആ പ്രാഥമിക വർണ്ണങ്ങൾ 3 പറഞ്ഞത് തോമസ് യങ് ആണ്. ആ തോമസ് യങ് തന്നെയാണ് ഊർജം എന്ന പദം ആവിഷ്കരിച്ചതും. അപ്പോൾ ഈ ഊർജത്തിന്റെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഊർജം അളക്കുന്നതിന് ഏറ്റവും ആദ്യമായിട്ട് പറയുന്ന യൂണിറ്റ് ജൂളാണ്. ഊർജത്തിന്റെ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്ന യൂണിറ്റ് ജൂളാണ്. രണ്ടാമതൊരു യൂണിറ്റ് നോക്കിക്കേ, കലോറി. ഊർജം അളക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് കലോറി. ഈ ഊർജം മാത്രമല്ല, കലോറി താപം അളക്കാനും ഉപയോഗിക്കാറുണ്ട് അല്ലെ? അപ്പൊ ഈ ജൂൾ എന്ന് പറഞ്ഞ യൂണിറ്റ് ആദ്യം പറഞ്ഞു. ആ ജൂൾ എന്ന് പറയുന്നത് ഊർജം അളക്കാൻ ഉപയോഗിക്കുന്നു പറഞ്ഞു. ആ ജൂൾ എന്ന് പറയുന്ന യൂണിറ്റ് മറ്റെവിടെയെങ്കിലും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടോ? പ്രവൃത്തിയുടെ യൂണിറ്റ് ആയിട്ടും ജൂൾ പറയാറുണ്ട്. വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി അളക്കുന്ന യൂണിറ്റ് ജൂളാണ്. അപ്പോൾ ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്, വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നോക്കുക കലോറി എന്ന് പറയുന്നത് ഊർജത്തിൻ്റെ യൂണിറ്റ് ആണ്. ഊർജത്തിൻ്റെ യൂണിറ്റ് മാത്രമല്ല, താപമളക്കുന്ന യൂണിറ്റും കലോറിയാണ്. അപ്പോൾ ഊർജത്തിൻ്റെ യൂണിറ്റ് കലോറിയാണ്, താപമളക്കുന്ന യൂണിറ്റ് കലോറിയാണ്. അടുത്ത് നമ്മൾ നോക്കുക, അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് എർഗ്. ഊർജം അളക്കുന്ന 3ാമത്തെ യൂണിറ്റായിട്ട് പറയുന്നത് എർഗാണ്. ഊർജത്തിൻ്റെ 3ാമത്തെ യൂണിറ്റ് എർഗാണ്. 10⁻7 എർഗാണ് ഒരു ജൂൾ. 10⁻7 എർഗിനെയാണ് ഒരു ജൂൾ എന്ന് പറയുക. ഓക്കെ, 4.2 ജൂളാണ് ഒരു കലോറി എന്നും പറയുക. 4.2 ജൂളിനെയാണ് ഒരു കലോറി എന്ന് വിളിക്കുക. അപ്പോൾ ആ 2 ടേമുകൾ ഓർത്തിരിക്കണം. അപ്പോൾ എന്താ ഊർജം എന്ന് പറഞ്ഞത്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ ഊർജം എന്ന് വിളിച്ചാൽ, ഊർജം എന്ന് പറയുന്ന പദം ആവിഷ്കരിച്ചത് തോമസ് യങ്ങും, ഊർജത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന ജൂൾ അല്ലെങ്കിൽ എർഗ് അല്ലെങ്കിൽ കലോറി. 4.2 ജൂളിനെ ഒരു കലോറി എന്ന് പറയുമ്പം 10⁻7 എർഗാണ് ഒരു ജൂൾ എന്നും പറയുക. 10⁻7 എർഗിനെയാണ് നമ്മളൊരു ജൂൾ എന്ന് പ്രസ്താവിക്കുക. പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെയാണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഊർജം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നേക്കുന്നത്, രാവിലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും ഉച്ചയ്ക്ക് ശേഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് എന്തുണ്ട്? യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ചില യൂണിറ്റുകൾ, അതിൽ ഏറ്റവും ആദ്യം നമുക്ക് നോക്കേണ്ട ഒന്ന് ബലം അളക്കുന്ന യൂണിറ്റ്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കുറച്ച് യൂണിറ്റുകളാണ് നമ്മൾ നോക്കണേ. ബലം അളക്കുന്ന യൂണിറ്റ് ഒന്ന് ന്യൂട്ടൺ പറയാം. ബലം അളക്കുന്ന യൂണിറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയേണ്ടത് ന്യൂട്ടനാണ്. കാരണം ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടനാണ്. ബലത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടനാണ്.
ഈ ബലം കണക്കാക്കുന്ന സമവാക്യം എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലേ? ബലം കണക്കാക്കുന്ന സമവാക്യം എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു എം എ. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ നിന്നാണ് ബലത്തിന്റെ സമവാക്യം വന്നിരിക്കുന്നത്. ആ സമവാക്യ പ്രകാരം മാസ് അളക്കുന്ന യൂണിറ്റ് കിലോഗ്രാം, ആക്സിലറേഷൻ അല്ലെങ്കിൽ എ അളക്കുന്ന യൂണിറ്റ്, ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം, അതിനെയാണല്ലോ എ എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഈ ആക്സിലറേഷൻ അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ രണ്ടും ചേർത്ത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ യൂണിറ്റ് ആണ്. അപ്പൊ ബലം അളക്കുന്ന ആദ്യത്തെ യൂണിറ്റ് ന്യൂട്ടൺ ആയിരുന്നു അല്ലെ? അപ്പൊ ബലത്തിന്റെ ആദ്യത്തെ യൂണിറ്റ് ന്യൂട്ടൺ പറഞ്ഞാൽ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ട് നമുക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പറയാം. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ ബലം അളക്കുന്നതിന്റെ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ ആണ്. ബലത്തിന്റെ മൂന്നാമത്തെ യൂണിറ്റ് ഡൈൻ. 10⁵5 ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ. 10⁵5 ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ എന്നും പറയുക. അപ്പൊ ഈ 3 യൂണിറ്റുകൾ ബലത്തിന് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ബലത്തിന്റെ യൂണിറ്റ് എന്നോ ബലത്തിന്റെ SI യൂണിറ്റ് എന്നോ ചോദിച്ചാൽ ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് എന്ന് ചോദിച്ചാലോ ബലത്തിന്റെ SI യൂണിറ്റ് എന്ന് ചോദിച്ചാലോ നമ്മൾ ആരെയാ പറയുക? ന്യൂട്ടനെ പറയുക. ഈ ബലവുമായി ബന്ധപ്പെട്ട് ബലത്തിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ ആണ്. ബലത്തിന്റെ CGS യൂണിറ്റ് ഡൈൻ ആണെങ്കിൽ ബലത്തിന്റെ സമവാക്യത്തിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട യൂണിറ്റ് ആണെന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇങ്ങനെ 3 യൂണിറ്റുകൾ പ്രധാനമായിട്ടും ബലത്തിന് ഓർത്തിരിക്കുക. അതേപോലെ പ്രവൃത്തിയുടെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു, ഊർജത്തിന്റെ യൂണിറ്റ് പറഞ്ഞു. ഈ 3 യൂണിറ്റുകളും നിരന്തരം ചോദിച്ചു വരുന്നവയാ. ഇടയ്ക്കിടയ്ക്ക് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ബലത്തിന്റെ യൂണിറ്റ്, പ്രവൃത്തിയുടെ യൂണിറ്റ്, ഊർജ്ജം അളക്കുന്ന യൂണിറ്റ്, 3 യൂണിറ്റുകൾ സെറ്റാണല്ലോ. 3 യൂണിറ്റുകൾ സെറ്റാണല്ലോ. അപ്പൊ ഈ 3 യൂണിറ്റുകളും കൃത്യമായിരിക്കണം. ബലം, പ്രവൃത്തി, ഊർജം, ഈ 3 തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്താണ് ബലമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്താണ് ബലമെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പൊ ഒരു വസ്തുവിന്റെ, ഈ വസ്തുവിനെ പിടിച്ച് ഞാനൊന്ന് തള്ളി, ഈ വസ്തുവിനെ പിടിച്ച് ഇങ്ങോട്ടൊന്ന് തള്ളി, അല്ലെങ്കിൽ ഈ വസ്തുവിനെ പിടിച്ച് ഞാനൊന്ന് വലിച്ചു. അങ്ങനെ ഒരു വസ്തുവിനെ ഞാൻ പിടിച്ച് തള്ളുകയോ വലിക്കുകയോ ചെയ്താൽ അതൊരു ബലമാണ്. ഒരു വസ്തുവിനെ പിടിച്ച് ഞാൻ തള്ളി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പിടിച്ച് ഞാൻ വലിച്ചു. അങ്ങനെ ഒരു വസ്തുവിലേക്ക് പ്രയോഗിക്കപ്പെടുന്ന ബലം എന്ന് പറഞ്ഞാൽ അതൊരു തള്ള് അല്ലെങ്കിൽ വലിയാണ്. അവിടെ വസ്തുവിന് മാറ്റങ്ങളൊന്നും നിർബന്ധമല്ല. ഞാൻ തള്ളിയപ്പോൾ വസ്തു നീങ്ങിപ്പോയിട്ടുണ്ടോ എന്നത് ബലത്തിൽ നിർബന്ധമല്ല. ഞാൻ അവിടെ ബലം പ്രയോഗിച്ചോ എന്ന് നോക്കണമെങ്കിൽ ഞാനൊന്ന് തള്ളിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ വലിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. വസ്തു നീങ്ങിപ്പോയിട്ടുണ്ടോ എന്നത് ബലത്തിൽ നിർബന്ധമല്ല. ഓക്കെ, അപ്പൊ എന്താ ബലം എന്ന് ക്ലിയർ ആയി. അപ്പൊ എന്തിനാ ബലം എന്ന് പറയുക? വസ്തുവിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി പ്രയോഗിക്കുന്നതാണ് ബലം. വസ്തുവിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുക, അങ്ങനെ ആ മാറ്റം വരുത്താൻ വേണ്ടി പ്രയോഗിക്കുന്നത് എന്താണോ അതാണ് ബലം. പക്ഷേ ബലം മൂലം മാറ്റങ്ങളൊന്നും നിർബന്ധമില്ല. ഞാനൊരു വസ്തുവിലേക്ക് പിടിച്ച് തള്ളിയാൽ വസ്തു നീങ്ങിപ്പോകണമെന്ന് ബലത്തിന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ആ വസ്തു പിടിച്ച് തള്ളിയാൽ അത് ബലമാണ്, നീങ്ങണമെന്ന് നിർബന്ധമില്ല. ഞാനൊരു വസ്തുവിനെ പിടിച്ച് വലിച്ചാൽ അത് ബലമാണ്, അവിടെ നീങ്ങിപ്പോണം നിർബന്ധമില്ല. അപ്പോൾ ഒരു വസ്തുവിലേക്ക് പിടിച്ച് തള്ളുകയോ വലിക്കുകയോ ചെയ്താൽ അത് ബലമാണ്. പക്ഷേ ഞാൻ ആ വസ്തുവിനെ പിടിച്ച് തള്ളിയപ്പം വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായി. അപ്പം ഞാനൊരു വസ്തുവിലേക്ക് ഒരു ബലം കൊടുത്തു അല്ലേ? തള്ളി എന്ന് പറഞ്ഞാൽ ഞാനൊരു ബലം പ്രയോഗിച്ചു. ഈ വസ്തുവിലേക്ക് ഞാനൊരു ബലം പ്രയോഗിക്കുമ്പം വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഒരു വസ്തുവിനെ ഞാൻ പിടിച്ച് തള്ളിയ സമയത്ത് വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായി. അങ്ങനെ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി എന്ന് പറയുക. അപ്പൊ എന്താ പ്രവൃത്തി? ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി. ഓക്കെ, അപ്പൊ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് എന്ന് പറയുക, പ്രവൃത്തി എന്ന് പറയുക. അപ്പൊ ഈ പ്രവൃത്തി എന്ന് പറയുന്നത്, പ്രവൃത്തി ഈസ് ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം. ഓർത്ത് വെച്ചോണേ, പ്രവൃത്തി എന്ന് പറയുന്നത് ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ? സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ അല്ലേ? രണ്ടും ചേർത്ത് ന്യൂട്ടൺ മീറ്റർ പറയാം. അപ്പൊ ഈ പ്രവൃത്തിയുടെ യൂണിറ്റ് ആയിട്ട് ഒന്നെങ്കിൽ ന്യൂട്ടൺ മീറ്റർ പറയാം, ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടണും സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്ററും രണ്ടും ചേർത്ത് ന്യൂട്ടൺ മീറ്റർ പറയാം. പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുക. അപ്പൊ ഒന്നെങ്കിൽ ന്യൂട്ടൺ മീറ്റർ പറയാം അല്ലെങ്കിൽ ജൂൾ പറയാം. ഇതൊക്കെ പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ്. ന്യൂട്ടൺ മീറ്റർ പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ്, ജൂൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ബലം എന്ന് പറഞ്ഞു, എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞു. ഒരു വസ്തുവിലേക്ക് ഞാൻ പിടിച്ചൊന്ന് തള്ളി അല്ലെങ്കിൽ വലിച്ചു, അത് ബലം.
ഈ തള്ളുമ്പോഴോ വലിക്കുമ്പോഴോ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവൃത്തിയാണ്. സ്ഥാനാന്തരമില്ലെങ്കിൽ പ്രവൃത്തിയില്ല. സ്ഥാനാന്തരം സംഭവിച്ചിട്ടില്ലെങ്കിൽ വസ്തുവിൽ പ്രവൃത്തി ഉണ്ടായിട്ടില്ല. ഇനി മൂന്നാമത്തെ കേസിലേക്ക് വരികയാണ്. നിശ്ചിത സമയം കൊണ്ട് എത്രത്തോളം പ്രവൃത്തി ചെയ്തു എന്നതാണ് ശക്തി. കണക്റ്റഡ് ടൈമാണ്. ഒരു വസ്തുവിലേക്ക് പിടിച്ച് തള്ളി അല്ലെങ്കിൽ വലിച്ചു, ബലം. തള്ളുമ്പോഴോ വലിക്കുമ്പോഴോ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചാൽ പ്രവൃത്തി. നിശ്ചിത സമയം കൊണ്ട് എത്രത്തോളം പ്രവൃത്തി ചെയ്തു എന്നതിനെ ശക്തി. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഊർജം. ഈ 4 പേരുടെയും ടേമും പഠിച്ചോണം, അതിൻ്റെ യൂണിറ്റുകളും പഠിച്ചോണം. ഇടയ്ക്ക് ഇവിടുന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ സെയിം ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടും ഇനി നമ്മൾ പോണ സമയത്തും ഇത് വായിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ക്യാൻസലായി. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വീണ്ടും വരുന്നുണ്ടാവും. റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് തന്നെയാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചു വെച്ചോണം. ബലം, പ്രവൃത്തി, ശക്തി, ഊർജം, 4 കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, പ്രവൃത്തിയുടെ SI യൂണിറ്റ് ആണ് നമ്മുടെ ഊർജത്തിൻ്റെ SI യൂണിറ്റ് ആണ് നമ്മുടെ ചോദ്യം. ഈ ഊർജത്തിന്റെ SI യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയുക? ഊർജത്തിന്റെ SI യൂണിറ്റ് ജൂളാണ്. കാരണം ഊർജം അളക്കുന്ന യൂണിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറയുക. ഊർജം അളക്കുന്നതിന്റെ SI യൂണിറ്റ് ജൂളാണ്. ഊർജത്തിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണ്. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ കഴിയാത്തത്, കേൾക്കാൻ സാധിക്കുന്നത് എന്നാണ് ചോദ്യം. കുറച്ച് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. ആവൃത്തി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഫ്രീക്വൻസി എന്നല്ലേ പറയുക. അപ്പോൾ കുറച്ച് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 5 ഹെർട്സ്, 2000 ഹെർട്സ്, 200 കിലോ ഹെർട്സ്, 2000 കിലോ ഹെർട്സ്, ഇങ്ങനെ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിലേതിൽ ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുക എന്നാണ് ചോദ്യം. ഏതാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തിനെയാണ് നമ്മൾ ആവൃത്തി എന്ന് പറയുക? ആവൃത്തി എന്ന് പറഞ്ഞാൽ കമ്പനങ്ങളുടെ എണ്ണം ബൈ സമയം. യൂണിറ്റ് സമയത്തിലുള്ള കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുക. യൂണിറ്റ് സമയം കൊണ്ട് എത്ര കമ്പനം അല്ലെങ്കിൽ എത്ര വൈബ്രേഷൻസ് ഉണ്ടായി എന്നതിൻ്റെ എണ്ണമാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുക. ഈ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി അളക്കുന്ന യൂണിറ്റ് ആണ് ഹെഡ്സ്. ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി അളക്കുന്ന യൂണിറ്റ് ആണ് ഹെഡ്സ് എന്ന് പറയുക. അപ്പോൾ എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞേ? യൂണിറ്റ് സമയത്തിലുള്ള കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തി അളക്കുന്ന യൂണിറ്റിനെ നമ്മൾ ഹെഡ്സ് എന്ന് പറഞ്ഞു. 1000 ഹെഡ്സിനെയാണ് 1 കിലോ ഹെഡ്സ് എന്ന് പറയുക. 1000 ഹെഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 കിലോ ഹെഡ്സ്. അപ്പോൾ ഈ 1000 ഹെഡ്സിനെ 1 കിലോ ഹെഡ്സ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യൻ ഒരു ശബ്ദം കേൾക്കണമെങ്കിൽ നിശ്ചിതമായ ഒരു ആവൃത്തി ഉണ്ടായിരിക്കണം. നമുക്കുള്ള എല്ലാ കമ്പനങ്ങളും മനുഷ്യന് കേൾക്കാൻ പറ്റൂല. ഉണ്ടാവുന്ന എല്ലാ കമ്പനങ്ങളും മനുഷ്യന് ഓഡിബിൾ അല്ല, കേൾക്കാൻ പറ്റൂല. മനുഷ്യൻ ഏതെങ്കിലും ഒരു ശബ്ദം കേൾക്കണമെങ്കിൽ നിശ്ചിതമായ ഒരു ആവൃത്തിയുടെ ഉള്ളിലായിരിക്കണം. അതിന് താഴേക്കുണ്ടെങ്കിലും കേൾക്കാൻ പറ്റൂല, അതിന് മുകളിലേക്കുള്ളതും മനുഷ്യന് കേൾക്കാൻ പറ്റൂല. അപ്പം നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയുണ്ട്. ഈ മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. ഇതാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. അപ്പോൾ ഈ മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്, ഓഡിബിൾ ഫ്രീക്വൻസി ഓഫ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. ഈ 20 ഹെഡ്സിൽ താഴെയാണെങ്കിൽ അത് മനുഷ്യന് കേൾക്കാൻ പറ്റൂല. നമ്മൾ കേൾക്കുന്ന ശബ്ദം 20 ഹെഡ്സിന് താഴെയാണ് അതിൻ്റെ ഫ്രീക്വൻസി എങ്കിൽ അത് മനുഷ്യനെ കേൾക്കാൻ പറ്റൂല. അങ്ങനെ 20 ഹെഡ്സിൽ താഴെയുള്ളതിനെയാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുക. മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയിലുള്ള തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെഡ്സിലാണ് സ്റ്റാർട്ട് ചെയ്യണേ. അതിനേക്കാൾ താഴെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഫ്രാസോണിക് എന്നും. 20,000 ഹെഡ്സിൽ ഉയർന്ന ആവൃത്തിയുള്ളവരെ അവരെയും നമുക്ക് കേൾക്കാൻ പറ്റൂല. കാരണം മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 മുതൽ 20,000 വരെയുള്ളൂ. 20,000 മുകളിലേക്ക് പോയാൽ ആ ശബ്ദം നമുക്ക് ഓഡിബിൾ അല്ല, കേൾക്കാൻ പറ്റൂല.
ഈ 20,000 ഹെർട്സിൽ ഉയർന്ന ആവൃത്തിയിലുള്ളവരെയാണ് അൾട്രാസോണിക് എന്ന് പറയുക. അൾട്രാസോണിക്. അപ്പോൾ 2 ടീമുകളായി. ഇൻഫ്രാസോണിക്കും നമുക്ക് കേൾക്കാൻ പറ്റൂല, അൾട്രാസോണിക്കും കേൾക്കാൻ പറ്റൂല. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേൾവിയേക്കാൾ ആവൃത്തി കുറവും, അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേൾവിയേക്കാൾ ആവൃത്തി കൂടുതലുമായിരിക്കും. കോൺസെപ്റ്റ്സ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻസിൽ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. 5 ഹെർട്സ് 20 ഹെർട്സിൽ താഴെയാണ്, അതിനെ നമ്മൾ ഇൻഫ്രാസോണിക് എന്നല്ലേ പറയുക, അല്ലേ? അപ്പോൾ 5 ഹെർട്സ് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിൽ താഴെ, അതായത് അത് ഇൻഫ്രാസോണിക് ആണ്, മനുഷ്യന് കേൾക്കാൻ പറ്റൂല. ഇനി 2000 ഹെർട്സ്, ഈ 2000 ഹെർട്സ് എന്ന് പറയുമ്പം അവിടെ മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കല്ലേ 2000 ഹെർട്സ് വരിക. ഈ 2000 ഹെർട്സ് ആണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത്. അപ്പം മനുഷ്യന് 2000 ഹെർട്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസി കേൾക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 200 കിലോ ഹെർട്സ്. 200 കിലോ ഹെർട്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? 200 × 1000 ഇത്രയും വരും. 200 × 1000 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 200 × 1000 എന്ന് പറഞ്ഞാൽ 2 ലക്ഷം വരൂലേ, അല്ലേ? 200 × 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷം ഹെർട്സ് വരും. 2 ലക്ഷം ഹെർട്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് കേൾക്കാൻ പറ്റൂല. മനുഷ്യന് മാക്സിമം കേൾക്കാൻ പറ്റുക 20,000 ഹെർട്സ് വരെയാണ്. അപ്പോൾ 2 ലക്ഷം ഹെർട്സ് എന്തായാലും നമുക്ക് കേൾക്കാൻ പറ്റൂല. കോൺസെപ്റ്റ്സ് ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 2000 കിലോ ഹെർട്സ് അതെന്തായാലും പറ്റൂലല്ലോ, കാരണം 200 കിലോ ഹെർട്സിനേക്കാൾ കൂടുതലല്ലേ 2000 കിലോ ഹെർട്സ്. അപ്പോൾ 2000 കിലോ ഹെർട്സും കേൾക്കാൻ പറ്റൂല. അപ്പോൾ അവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 200 ഹെർട്സ് ആണ്. അപ്പോൾ 200 ഹെർട്സ് ആയിരിക്കും നമ്മുടെ ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ട്, അല്ലെങ്കിൽ കേൾക്കാൻ കഴിയുന്ന ആവൃത്തി എന്ന് പറയുക. പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആവൃത്തി എന്ന് പറഞ്ഞു, ആവൃത്തിയുടെ യൂണിറ്റ് പറഞ്ഞു. ഈ ആവൃത്തിയുടെ യൂണിറ്റ് വെച്ചിട്ടാണ് മനുഷ്യൻ്റെ ശ്രവണപരിധി പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ്റെ ശ്രവണപരിധിയേക്കാൾ താഴ്ന്നതിനെ ഇൻഫ്രാസോണിക് എന്നും ഉയർന്നതിനെ അൾട്രാസോണിക് എന്നും വിളിക്കും. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ നോക്കിക്കേ, വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ കൈവരുന്ന ഊർജം അല്ലെങ്കിൽ ലഭിക്കുന്ന ഊർജം. ഈ ഊർജത്തെ പ്രധാനമായിട്ടും 2 തരത്തിൽ പറയും, അല്ലേ? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തെ നമ്മൾ പ്രധാനമായിട്ടും 2 ആയിട്ട് തിരിക്കും. ഒന്ന് ഗതികോർജം. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഗതികോർജം, കൈനറ്റിക് എനർജി എന്ന് പറയും. 2 സ്ഥിതികോർജം, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ഈ 2 തരത്തിലാണ് ഊർജം ഉണ്ടാവുക. ഒന്ന് ഗതികോർജം, രണ്ടാമത്തെ സ്ഥിതികോർജം. ഗതികോർജം എന്ന് പറയുമ്പോൾ വേർഡിൽ തന്നെയുണ്ട്. ഗതി എന്ന് പറഞ്ഞാൽ ചലനം, ചലനം മൂലം കൈവരുന്ന ഊർജമാണ് ഗതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം മൂലം കൈവരുന്ന ഊർജമാണ് ഗതികോർജം എന്ന് പറയുക. ഈ ഗതികോർജം കണക്കാക്കുന്ന സമവാക്യം എന്ന് പറയുന്നത് 12 mv² ആണ്. ഗതികോർജം കണക്കാക്കുന്ന സമവാക്യം 12 mv². എം എന്ന് പറയുന്ന മാസാണ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമാണ്. ആ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ 12 mv² എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ വെലോസിറ്റിക്കനുസരിച്ച് ഗതികോർജം മാറും, അല്ലേ? ഒരു വസ്തുവിൻ്റെ മാസ് എല്ലായിടത്തും സ്ഥിരമായിരിക്കും. ഞാൻ ഈ പേന കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുവച്ചാലും പേനയുടെ മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ മാസ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷെ വെലോസിറ്റി മാറുമ്പം ഗതികോർജം മാറും. വെലോസിറ്റി മാറിയാൽ എന്ത് മാറും? ഗതികോർജം മാറും. കാരണം വെലോസിറ്റി മാറുമ്പോൾ ഗതികോർജം മാറുന്നതിന് കാരണം ഗതികോർജം കണക്കാക്കുന്ന സമവാക്യം 12 mv² ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുവിനതിൻ്റെ സ്ഥാനം മൂലം അല്ലെങ്കിൽ അതിനെ കോൺഫിഗറേഷൻ ക്രമീകരണം മൂലം 2 കാര്യങ്ങളാണ് പറയുക. ഒന്ന് സ്ഥാനം മൂലമോ ക്രമീകരണം മൂലമോ കൈവരുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം എന്ന് പറയുക, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുക. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി സ്ഥാനം മൂലം ക്രമീകരണം മൂലം ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക. ഈ സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കണക്കാക്കുന്ന സമവാക്യമാണ് mgh. എം എന്ന് പറഞ്ഞാൽ മാസ്, ജി എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം, അല്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതല്ലേ ജി എന്ന് പറയുക. എച്ച് എന്ന് പറഞ്ഞാൽ ഉയരം, ഹൈറ്റ്. ഈ 3 കാര്യങ്ങളെ ആശ്രയിച്ചാണ് സ്ഥിതികോർജം ഉണ്ടാവുക.
ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് എന്താ? വസ്തുക്കൾക്ക് അതിൻ്റെ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ. അപ്പോൾ ഈ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ കൈവരുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. അത് കണക്കാക്കുന്ന ഇക്വേഷനാണ് mgh. അപ്പോൾ അവിടെ നോക്കിക്കേ, ഞാൻ ഈ പേന ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഈ പേന ലോകത്തിൻ്റെ എവിടെ നമ്മൾ കൊണ്ടുവച്ചാലും ഇതിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. വസ്തുവിൻ്റെ മാസ് മാറൂല, വസ്തുവിൻ്റെ മാസ് മാറൂല. പിന്നെ സ്ഥിതികോർജ്ജം മാറാൻ വേണ്ടി കാരണമാവുന്ന ആരാ? സ്ഥിതികോർജ്ജം മാറുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഉയരം, ഹൈറ്റ്. mgh എച്ച് മാറുമ്പോൾ അതിനനുസരിച്ച് സ്ഥിതികോർജ്ജം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഉയരം മാറുമ്പോൾ, ഹൈറ്റ് മാറുമ്പോൾ അതിനനുസരിച്ച് സ്ഥിതികോർജ്ജം മാറും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. പ്രവേഗം മാറുമ്പം ഗതികോർജ്ജം മാറും. പ്രവേഗം മാറിയാൽ ഗതികോർജ്ജം മാറും. ഉയരം മാറിയാൽ സ്ഥിതികോർജ്ജം മാറും. ഈ രണ്ട് കാര്യങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ ചലനം മൂലം കൈവരുന്ന ഊർജ്ജം ഗതികോർജ്ജം, സ്ഥാനം മൂലമോ ക്രമീകരണം മൂലമോ കൈവരുന്ന ഊർജ്ജം സ്ഥിതികോർജ്ജം. രണ്ട് കോൺസെപ്റ്റ്സ് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ കൈവരുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ, സ്ഥിതികോർജ്ജം, പൊട്ടൻഷ്യൽ എനർജി. കോൺസെപ്റ്റ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ടൈമിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത്, പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ ഒരു 4 സ്റ്റേറ്റ്മെന്റ് ABCD എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഒന്ന്, ഗതികോർജ്ജം സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ്. ശരിയാണോ തെറ്റാണോ നമുക്കതങ്ങനെ നോക്കി പോവാം. ഗതികോർജ്ജം സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ്. നോക്കിക്കേ, ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ചലനം മൂലം കൈവരുന്ന ഊർജ്ജമല്ലേ ഗതികോർജ്ജം എന്ന് പറയുക. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം മൂലം കൈവരുന്ന ഊർജ്ജമാണ് എന്ത് പറയുന്നത്? ഗതികോർജ്ജം എന്ന് പറയുക. അപ്പോൾ ഒരിക്കലും സ്ഥാനം മൂലമല്ല അത് കൈവരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ഗതികോർജ്ജം വസ്തുവിൻ്റെ മാസിനെയോ പ്രവേഗത്തെയോ ആശ്രയിക്കുന്നില്ല. ഗതികോർജ്ജം വസ്തുവിൻ്റെ മാസിനെയോ പ്രവേഗത്തെയോ ആശ്രയിക്കുന്നില്ല എന്നാണ് പറഞ്ഞേക്കണേ. ഗതികോർജ്ജം കണക്കാക്കുന്ന ഇക്വേഷൻ 12mv². ഗതികോർജ്ജം കണക്കാക്കുന്ന സമവാക്യം 12mv² അല്ലേ? 1/2 m × v² അല്ലേ വന്നേക്കണേ. അതിനകത്ത് മാസിനെ ആശ്രയിക്കുന്നുണ്ട്, വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തെ ആശ്രയിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെയും അത് ആശ്രയിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറഞ്ഞേ? ആശ്രയിക്കുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? ആശ്രയിക്കുന്നുണ്ട് ശരിക്ക്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തെ നോക്കിക്കേ. ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന് ഗതികോർജ്ജമാണുള്ളത്. ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന് ഗതികോർജ്ജമുണ്ട്. ഒരു ടാങ്കിൽ ഒരു വെള്ളം സ്ഥിതി ചെയ്യുക. ഒരു ടാങ്കിൽ ജലം നിറച്ചു വെച്ചാൽ ആ ടാങ്കിലെ ജലം നിശ്ചലാവസ്ഥയിലല്ലേ? ഒരു ടാങ്കിൽ ജലം നിറച്ചു വെച്ചാൽ ടാങ്കിലെ ജലം നിശ്ചലാവസ്ഥയിലാണ്. ഈ ടാങ്കിലെ ജലത്തിന് ചലനമില്ല. ഈ ടാങ്കിലെ ജലത്തിന് ചലനമില്ലാത്തത് കൊണ്ട് തന്നെ അതിനെന്തില്ല? ഗതികോർജ്ജമുണ്ടാവില്ല അല്ലേ? ചലിക്കുന്ന വസ്തുവിനല്ലേ ഗതികോർജ്ജം ഉണ്ടാവുക. ഈ ടാങ്കിലെ ജലം ചലിക്കാത്തത് കൊണ്ട് ടാങ്കിലെ ജലത്തിന് എന്തുണ്ടാവില്ല? ഗതികോർജ്ജം ഉണ്ടാവില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഫൈനലി നമ്മൾ വന്നു അല്ലെ? ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണെന്ന് പറയുന്നത് ഗതികോർജ്ജം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒരു വസ്തുവിനതിൻ്റെ ചലനം മൂലം കൈവരുന്ന ഊർജ്ജം ഗതികോർജ്ജവും ഒരു വസ്തുവിനതിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ക്രമീകരണം മൂലം കൈവരുന്ന ഊർജ്ജം സ്ഥിതികോർജ്ജവുമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഗതികോർജ്ജവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ആദ്യത്തെ 3 പ്രസ്താവനകളും തെറ്റാണ്. അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചലനം മൂലം കൈവരുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ ശരിയായിട്ടുണ്ടാവുക. ആൻസർ കിട്ടിയല്ലോ, പറഞ്ഞ കാര്യങ്ങൾ സെറ്റാണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില. ശ്രദ്ധിച്ചോണം. ഇവിടെ ഒരു പ്രത്യേകത പറയാനുള്ളത്, എല്ലാ വസ്തുക്കളും സാധാരണഗതിയിൽ താപീയ വികാസം കാണിക്കും. എല്ലാ വസ്തുക്കളും സാധാരണഗതിയിൽ താപീയ വികാസം കാണിക്കും. താപീയ വികാസം എന്ന് പറഞ്ഞാൽ എന്താ? താപം കൊടുക്കുമ്പോൾ വസ്തുക്കൾക്ക് വികാസമുണ്ടാകും. ചൂടാകുമ്പം വസ്തുക്കൾ വികസിക്കും.
ഫോർ എക്സാമ്പിൾ, റെയിൽ പാളത്തിൻ്റെ ജോയിൻറ്റുകളിൽ ചെറിയ വിടവ് കൊടുത്തിട്ടുണ്ടാവും. 2 റെയിൽ പാളങ്ങളിൽ തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പ് അവിടെ കൊടുത്തിരിക്കുന്നതിന് കാരണം താപീയ വികാസത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ 2 റെയിൽ പാളങ്ങളും ചേർത്താണ് വെച്ചേക്കുന്നതെങ്കിൽ താപീയ വികാസം ഉണ്ടായാൽ അവിടെ നിൽക്കാൻ സ്ഥലം വേണ്ടി വരുന്ന സമയത്ത് പാളം ബെൻഡായി പോകും. കാരണം കൂടുതൽ സ്ഥലം ആവശ്യമായിട്ട് വരും. ചൂട് പിടിക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കും, അല്ലെങ്കിൽ താപം കൊടുക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കും. അപ്പോൾ ഈ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വികസിക്കുന്ന സമയത്ത് അതിന് നിൽക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ ബെൻഡായി പോവുകയും ചെയ്യും. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് റെയിൽ പാളങ്ങൾക്കിടയിൽ ജോയിൻറ്റുകളിൽ ചെറിയ വിടവ് കൊടുത്തിട്ടുണ്ടാവുക, ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടാവുക. വീർപ്പിച്ചൊരു ബലൂൺ നമ്മൾ നല്ല വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ബലൂണ് പൊട്ടിപ്പോകുന്നത് കാണാൻ പറ്റും. ഒത്തിരി സമയം ആ വെയിലത്തേക്ക് ആ ബലൂണ് വെച്ച് കഴിഞ്ഞാൽ ബലൂണ് പൊട്ടും. ഈ ബലൂണ് പൊട്ടുന്നതിന് കാരണമെന്ന് പറയുന്നത് താപീയ വികാസമാണ്. അപ്പോൾ ഇവിടെയൊക്കെ താപം കൊടുക്കുമ്പോൾ വസ്തുക്കൾക്ക് വികാസമുണ്ടാകും. താപം കൊടുക്കുമ്പോൾ വസ്തുക്കൾക്ക് എന്തുണ്ടാവും? വികാസമുണ്ടാവും. പക്ഷേ അസ്വാഭാവികമായിട്ടുള്ള വികാസം കാണിക്കുന്ന പദാർത്ഥമാണ് ജലം. സാധാരണ എല്ലാവരും ചൂട് പിടിക്കുമ്പോൾ വികസിക്കുക ചെയ്യുക. പക്ഷേ ജലം എന്ന് പറയുന്നത് അസ്വാഭാവികമായിട്ടുള്ള വികാസം കാണിക്കുക. ജലത്തിൻ്റെ പ്രത്യേകത നോക്കുക. നിങ്ങളൊരു ബോട്ടിലെടുത്തിട്ട് ആ ബോട്ടിൽ നിറച്ച് വെള്ളമെടുത്തതിന് ശേഷം ആ ബോട്ടിൽ ടൈറ്റ് ചെയ്ത് അടച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുക. ഈ ബോട്ടിലെ ജലം തണുത്ത് അത് ഐസായിട്ട് മാറുമ്പം നമ്മൾ വെച്ചിരിക്കുന്ന ബോട്ടിൽ ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ ആണെങ്കിൽ ബോട്ടിൽ പൊട്ടിപ്പോവും. നമ്മളൊരു ബോട്ടിൽ നിറച്ച് വെള്ളമെടുത്തിട്ട് ആ വെള്ളം നിറച്ച ബോട്ടിൽ അടച്ചു വെച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തണുത്ത ജലം ഐസായിട്ട് മാറുമ്പം ഗ്ലാസ് ബോട്ടിലൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോവും. ഈ ഗ്ലാസ് ബോട്ടിലൊക്കെ പൊട്ടുന്നതിന് കാരണമെന്ന് പറയുന്നത് അതിൻ്റെ താപീയ വികാസത്തിന് വിപരീതമായിട്ടുള്ള വികാസമാണ് ജലം കാണിക്കുന്നത്. ജലം തണുത്ത ഐസായിട്ട് മാറുമ്പം അതിന് നിൽക്കാൻ കൂടുതൽ സ്ഥലം വേണ്ടി വരും. ജലം തണുത്ത ഐസായിട്ട് മാറി, ജലത്തേക്കാൾ കൂടുതൽ സ്ഥലം ഐസിന് നിൽക്കാൻ വേണ്ടി വരും. അപ്പോൾ ഐസിന് നിൽക്കണമെങ്കിൽ കൂടുതൽ സ്ഥലം വേണ്ടി വരും. അപ്പോൾ തണുക്കുമ്പോൾ വികസിക്കുന്ന പദാർത്ഥമാണ് ജലം, അല്ലേ? തണുക്കുമ്പോൾ അല്ലെങ്കിൽ ശീതീകരിക്കുമ്പോൾ വികസിക്കുന്ന പദാർത്ഥമാണെന്ന് പറയുന്നത് ജലമെന്ന് പറയുക. അതുകൊണ്ടാണ് ജലത്തെ അസ്വാഭാവിക വികാസം കാണിക്കുന്ന പദാർത്ഥം എന്ന് പറയുക. അപ്പോൾ ഈ അസ്വാഭാവിക വികാസം കാണിക്കുന്ന പദാർത്ഥമായിട്ടുള്ള ജലത്തിന് ജലം ഐസായിട്ട് മാറുമ്പം എന്ത് കൂടുതലാ? വ്യാപ്തം കൂടുതലാണ്, അല്ലേ? ജലം സാധാരണ ഇത്രയാണ് ജലമെങ്കിൽ ഈ ജലം ഐസായിട്ട് മാറും, അത് കൂടുതൽ ഏരിയയിലോട്ട് മാറും, കൂടുതൽ സ്ഥലം നിൽക്കാൻ വേണ്ടി വരും. അപ്പം ജലം ഇത്രയേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഐസായിട്ട് മാറുന്ന സമയത്ത് അതിന് കുറച്ച് കൂടുതൽ സ്ഥലം വേണ്ടി വരും. അപ്പോൾ സ്ഥലം കൂടുതൽ വേണ്ടി വരുന്നത് കൊണ്ട് ആ സമയത്ത് ഐസായിട്ട് മാറുമ്പോൾ അതിന് സാന്ദ്രത കുറവായിരിക്കും. കാരണം എന്താ? വ്യാപ്തം കൂടിയാൽ സാന്ദ്രത കുറയും. ഓർത്ത് വെച്ചോണേ, വ്യാപ്തം കൂടിയാൽ സാന്ദ്രത കുറയും. വ്യാപ്തം കൂടുമ്പോൾ സാന്ദ്രത കുറയും. അപ്പോൾ ഇവിടെ ഐസായിട്ട് മാറിയ സമയത്ത് വ്യാപ്തം കൂടി, തൽഫലമായിട്ട് സാന്ദ്രത കുറഞ്ഞു. അപ്പോൾ ഐസായിട്ട് നിൽക്കുമ്പോൾ വ്യാപ്തം കൂടുതലും സാന്ദ്രത കുറവുമാണ്. നേരെ മറിച്ച് ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം, വ്യാപ്തം കുറഞ്ഞാൽ സാന്ദ്രത കൂടും. അപ്പോൾ ഈ വ്യാപ്തം കുറവും സാന്ദ്രത കൂടുതലും വരുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ഓർത്ത് വെച്ചോണേ, വ്യാപ്തം കുറവും സാന്ദ്രത കൂടുതലും, അതായത് ജലം ഏറ്റവും ചുരുങ്ങി നിൽക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പം ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം, ഏറ്റവും കൂടിയ സാന്ദ്രതയും വരുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. കോൺസെപ്റ്റ്സ് ക്ലിയർ ആണല്ലോ? ഓർത്ത് വെച്ചോണം കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണക്റ്റീവായിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ. സാധാരണഗതിയിൽ ഈ ഖരവസ്തു താപത്തെ സ്വീകരിക്കുന്നു. ഈ ഖരവസ്തു താപത്തെ സ്വീകരിച്ച് ദ്രാവകമായിട്ട് മാറണം. ഈ ദ്രാവകം താപത്തെ സ്വീകരിച്ച് വാതകമായിട്ട് മാറണം. ഇതല്ലേ സാധാരണഗതിയിൽ സംഭവിക്കേണ്ടത്, അല്ലെ? സാധാരണഗതിയിൽ സംഭവിക്കണത് എന്താ? ഒരു ഖരവസ്തു ഉരുകി ജലമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ദ്രാവകമായിട്ട് മാറുന്നു. ഈ ദ്രാവകം ഉരുകി വാതകമായിട്ട് മാറുന്നു. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അപ്പം ഇങ്ങനെ സംഭവിക്കേണ്ട കേസിൽ നിന്ന് നടുക്കുള്ള ദ്രാവകാവസ്ഥയിലേക്ക് വരാതെ ഒരു ഖരവസ്തു നേരിട്ട് വാതകമായിട്ട് മാറുക എന്ന് വിചാരിക്കാം.
അങ്ങനെ ഒരു ഖരവസ്തു നേരിട്ട് വാതകമായിട്ട് മാറുന്ന പ്രക്രിയയാണ് എന്ത് വിളിക്കുന്നത്? ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുക. ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. അപ്പൊ ഒരു ഖരവസ്തു നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ, ഇതിന്റെ ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ദ്രാവകാവസ്ഥയില്ല. അപ്പൊ ദ്രാവകമായി മാറാതെ ഒരു ഖരവസ്തു നേരിട്ട് വാതകമായിട്ട് മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുക. ഈ ഉത്പതനത്തിന് ഉദാഹരണമായിട്ട് പറയപ്പെടുന്നവയാണ് കർപ്പൂരം. ഉത്പതനത്തിന് ഉദാഹരണമായിട്ട് പറയപ്പെടുന്നവയാണ് കർപ്പൂരം. 2 നാഫ്തലീൻ. അപ്പൊ ഒന്ന് നമുക്ക് കർപ്പൂരം പറഞ്ഞു, രണ്ടാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നാഫ്തലീൻ. അപ്പൊ ആദ്യത്തേത് കർപ്പൂരം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നാഫ്തലീൻ. ദെൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഡ്രൈ ഐസ്. ഇവരൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് പറയപ്പെടുന്നവയാണ്. കർപ്പൂരം, നാഫ്തലീൻ, ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഖര കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ഡ്രൈ ഐസ് എന്ന് പറയുക. ഇവരൊക്കെ ഉത്പാദനത്തിന് ഉദാഹരണമായിട്ട് പറയപ്പെടുന്നവയാണ്. നേരിട്ട് ഖരാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് മാറുന്നവരാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണല്ലോ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഉത്പതനം. അപ്പൊ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായിട്ട് മാറുന്ന പ്രക്രിയയെ ഉത്പതനം എന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു. കോൺസെപ്റ്റ്സ് ക്ലിയർ ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണെ. ഫാസ്റ്റ് ആയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഖരാവസ്ഥയിലുള്ള സ്നേഹകം. ഈ ഒരു പോർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക എന്തുമായിട്ട് ബന്ധപ്പെട്ട? ഖരാവസ്ഥയിലുള്ള സ്നേഹകം എന്ന് പറയുന്നൊരു വേർഡ്, ഇത് നിങ്ങൾ സാധാരണഗതിയിൽ പഠിച്ചിട്ടുണ്ടാവുക ഘർഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഘർഷണം, ഫ്രിക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ തമ്മിലൊന്ന് കൂട്ടി ഉരച്ചാൽ കയ്യിൽ ചെറിയൊരു ചൂട് അനുഭവപ്പെടും അല്ലേ? നമ്മുടെ കൈ തമ്മിൽ കൂട്ടി ഉരച്ചാൽ കയ്യിലൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഈ ചൂട് അവിടെ അനുഭവപ്പെടുന്നതിന് കാരണം ഘർഷണമാണ്. അപ്പൊ എന്താണ് ഘർഷണം എന്ന് ചോദിച്ചാൽ, സ്പർശിച്ചു ചലിക്കുന്ന പ്രതലങ്ങളുടെ ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം. ഓർത്ത് വെച്ചോണേ, സ്പർശിച്ചു ചലിക്കുന്ന പ്രതലങ്ങളുടെ ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം, ഇതിനെയാണ് ഘർഷണം എന്ന് പറയുക. അപ്പൊ ഈ ചലനം പ്രതിരോധിക്കുന്ന ബലമാണ് ഘർഷണം. ചലനം പ്രതിരോധിക്കുന്ന ബലമാണ് ഘർഷണം. അപ്പൊ ഈ ഘർഷണത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഘർഷണത്തിന്റെ കാരണം എന്ന് പറയുന്നത് പ്രതലങ്ങളുടെ ക്രമരാഹിത്യമാണ്. ഇതാണ് മെയിൻ റീസൺ. 2 പ്രതലങ്ങൾ സ്പർശിച്ച് ചലിക്കുമ്പോഴാണ് ഘർഷണം ഉണ്ടാവുക. ഈ 2 പ്രതലങ്ങളിലും ക്രമരഹിതമായ വശങ്ങളുണ്ട്. അങ്ങനെ ആ ക്രമരഹിതമായ വശങ്ങൾ തമ്മിൽ ചലനം പ്രതിരോധിക്കപ്പെടും. അവിടെ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ ഒരു പ്രതലമുണ്ട്, ഇപ്പുറത്ത് മറ്റൊരു പ്രതലമുണ്ട്. ഈ 2 പ്രതലങ്ങളിലും ക്രമരഹിതമായ വശങ്ങളുണ്ട്. അപ്പൊ ഒന്നാമത്തെ പ്രതലത്തിലൂടെ രണ്ടാമത്തെ പ്രതലം ഇങ്ങനെ ചലിക്കുന്ന സമയത്ത് ഈ രണ്ടിലുമുള്ള ക്രമരഹിതമായ വശങ്ങൾ പരസ്പരം ഇന്റർലോക്ക് ചെയ്യപ്പെടും. ഇവർ തമ്മിൽ കൊളുത്തിപ്പിടിക്കപ്പെടും. അപ്പൊ ഇവർ തമ്മിൽ ഇങ്ങനെ കൊളുത്തിപ്പിടിക്കപ്പെടുമ്പം അതിന്റെ ചലനം പ്രതിരോധിക്കപ്പെടും. ഇതാണ് ഘർഷണം, വേറൊന്നുമില്ല. അപ്പൊ എന്താണ് ഘർഷണം എന്ന് ചോദിച്ചാൽ, സ്പർശിച്ചു ചലിക്കുന്ന പ്രതലങ്ങളുടെ ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ചലനം പ്രതിരോധിക്കുന്നതിന് കാരണം പ്രതലങ്ങളുടെ ക്രമരാഹിത്യമാണ്, ഇറഗുലാരിറ്റിയാണ്. അപ്പൊ പ്രതലം എത്രത്തോളം ഇറഗുലർ ആയിട്ട് നിൽക്കുന്നുവോ അത്രത്തോളം ഘർഷണം കൂടും. പ്രതലത്തെ ഇറഗുലറാക്കി വെച്ചാൽ, ക്രമരഹിതമാക്കി വെച്ചാൽ ഘർഷണം കൂടും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഘർഷണം കുറയ്ക്കാൻ വസ്തുക്കളെ മിനുസപ്പെടുത്തുന്നത്. മിനുസപ്പെടുത്തിയാൽ ഘർഷണം കുറയും. ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മുടെ വാഹനങ്ങളുടെ ടയറിൽ ഗ്രിപ്പുണ്ട്, ചെരുപ്പിൻ്റെ അടിയിൽ ഗ്രിപ്പുണ്ട് അല്ലേ? അപ്പോൾ ഈ വാഹനങ്ങളുടെ ടയറിൽ ഗ്രിപ്പ് കൊടുക്കുകയും ചെരുപ്പിനടിയിൽ ഗ്രിപ്പ് കൊടുക്കുകയും ചെയ്തേക്കുന്നതിനാ ക്രമരഹിതമാക്കി വെച്ചുകൊണ്ട് ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ ക്രമരഹിതമാക്കി വെച്ച് കഴിഞ്ഞാൽ ഘർഷണം കൂടി. ക്രമരഹിതമാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടി? ഘർഷണം കൂടി. നേരെ മറിച്ച് നോക്കിക്കേ, ക്രമരഹിതമാക്കി വെച്ച സമയത്ത് ഘർഷണം കൂടിയിട്ടുണ്ടെങ്കിൽ മിനുസമാക്കിയാൽ ഘർഷണം കുറയും. ചെരുപ്പിൻ്റെ അടിഭാഗം തേഞ്ഞു തീർന്നു കഴിഞ്ഞാൽ, മിനുസമായി കഴിഞ്ഞാൽ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം ഘർഷണം കുറഞ്ഞതുകൊണ്ടാണ്. അപ്പം മിനുസപ്പെടുത്തിയാൽ ഘർഷണം കുറയും. 2, ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ അടുത്തൊന്ന് ബോൾ ബെയറിംഗ്. ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന അടുത്ത മാർഗം എന്ന് പറയുന്നത് ബോൾ ബെയറിംഗ്. ബോൾ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ 2 പ്രതലങ്ങൾക്കിടയിൽ, ഇവിടെ ഒരു പ്രതലമുണ്ട്, ഇപ്പുറത്ത് വേറൊരു പ്രതലമുണ്ട്. ഈ 2 പ്രതലങ്ങൾക്കിടയിൽ ചെറിയ മുത്ത് പോലെയുള്ള ഭാഗങ്ങൾ, ഇങ്ങനെ ചില ഭാഗങ്ങൾ ക്രമീകരിച്ച് വച്ചേക്കുന്നുണ്ടാവും.
യന്ത്രഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ക്രമീകരണമുണ്ട്. ഈ ക്രമീകരണത്തെയാണ് ബോൾ ബെയറിംഗ് എന്ന് പറയുക. നമ്മുടെ പ്ലാസ്റ്റിക് കപ്പികളിൽ, വെള്ളമലിക്കുന്ന കപ്പികളിലെ പുള്ളി, അപ്പോൾ ഈ കപ്പി അല്ലെങ്കിൽ പുള്ളിയിൽ ഇത് കാണാൻ പറ്റും. സൈക്കിൾ ടയറിലുണ്ട്, ഫാനിലുണ്ട്, യന്ത്രഭാഗങ്ങളിലെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ ബോൾ ബെയറിംഗ് എന്ന് പറയുന്നത് ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. കാരണം ഉരുളുമ്പോഴാണോ നിരങ്ങുമ്പോഴാണോ ഘർഷണം കൂടുതൽ? സിമ്പിളായിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. ഒരു വസ്തുവിനെ നിരക്കി നീക്കുമ്പോഴാണോ ഉരുട്ടി നീക്കുമ്പോഴാണോ എളുപ്പം ഉണ്ടാവുക? വസ്തുവിനെ ഉരുട്ടി മാറ്റുമ്പോഴല്ലേ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുക, അല്ലേ? ഒരു വസ്തുവിനെ നമ്മൾ നിരക്കി മാറ്റുന്നതിനേക്കാൾ ഉരുട്ടി മാറ്റുകയാണെങ്കിൽ ഈസി ആയിട്ട് അതിനെ മാറ്റാൻ പറ്റും. അപ്പം നിരങ്ങുമ്പോൾ അത് നീങ്ങാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിരങ്ങുമ്പോൾ ഘർഷണം കൂടുതലാണ്. നിരങ്ങുമ്പോൾ എന്ത് കൂടുതലാ? ഘർഷണം കൂടുതലാ. ഉരുളുമ്പോൾ ഘർഷണം കുറവാണ്. അതുകൊണ്ട് ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉരുട്ടി നീക്കിയാൽ മതി. ഘർഷണം കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഉരുട്ടി നീക്കിയാൽ മതി. അങ്ങനെ ഉരുട്ടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ബോൾ ബെയറിംഗ് ഉപയോഗിക്കുക. അപ്പോൾ ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മാർഗം ബോൾ ബെയറിംഗ്. 3, ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ധാരാരേഖിതം. ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ധാരാരേഖിതം, സ്ട്രീം ലൈനിങ് എന്നാ പറയുക. അപ്പോൾ ഈ സ്ട്രീം ലൈനിങ് അല്ലെങ്കിൽ ധാരാരേഖിതം എന്ന് പറഞ്ഞാൽ വസ്തുക്കളെ പ്രത്യേക ആകൃതിയിലേക്ക് മാറ്റിയാൽ ഘർഷണം കുറയ്ക്കാൻ പറ്റും. നമ്മളൊരു ഒബ്ജക്റ്റിനെ എടുത്തിട്ട് പ്രത്യേക ഒരു ഷേപ്പിലേക്ക് മാറ്റി, ആകൃതിയിലേക്ക് മാറ്റി, അങ്ങനെ പ്രത്യേക ആകൃതിയിലേക്ക് രൂപപ്പെടുത്തിയാൽ ഘർഷണം കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഘർഷണം കുറയ്ക്കാൻ വേണ്ടി വസ്തുക്കളെ പ്രത്യേക ആകൃതിയിൽ ക്രമീകരിക്കുന്ന പ്രക്രിയയാണ് ധാരാരേഖിതം അല്ലെങ്കിൽ സ്ട്രീം ലൈനിങ് എന്ന് പറയുക. ഇതിന് ഉദാഹരണമായിട്ട് പറയപ്പെടുന്നവയാണ് വിമാനങ്ങളുടെയും കപ്പലുകളുടെയും രൂപം. അപ്പോൾ ഈ വിമാനങ്ങളുടെയും കപ്പലുകളുടെയും രൂപം അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതിന് കാരണം ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയാണ്, അവർ ഈസി ആയിട്ട് ചലിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 4th പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന 4ാമത്തെ മാർഗം സ്നേഹകങ്ങൾ. സ്നേഹകം എന്ന് പറഞ്ഞാൽ ലൂബ്രിക്കൻ്റ് എന്നാണ് ഇംഗ്ലീഷ് ടൈം. സ്നേഹകം എന്ന് പറഞ്ഞ മലയാളം പദത്തിൻ്റെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം ലൂബ്രിക്കൻ്റ് എന്നാണ്. അപ്പോൾ ഈ സ്നേഹകം അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റുകളായിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഓയിലും ഗ്രീസും ഒക്കെയാണ്, അല്ലേ? യന്ത്രഭാഗങ്ങളിൽ നമ്മൾ ഓയിലോ ഗ്രീസൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് ലൂബ്രിക്കൻ്റുകളായിട്ടാണ് ഉപയോഗിക്കണേ, അല്ലേ? ഗ്രീസൊക്കെ ഉപയോഗിക്കുക, നമ്മൾ ലൂബ്രിക്കൻ്റുകളായിട്ടാണ് ഉപയോഗിക്കുക. പക്ഷേ ഖരരൂപത്തിലുള്ള സ്നേഹകം, സോളിഡ് ലൂബ്രിക്കൻ്റ് എന്ന വിശേഷണം വരുന്നത് ഗ്രാഫൈറ്റിനാണ്. ഓർത്ത് വെച്ചോണം. ഖരരൂപത്തിലുള്ള സ്നേഹകം അല്ലെങ്കിൽ സോളിഡ് ലൂബ്രിക്കൻ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഗ്രാഫൈറ്റിനെയാണ്. കോൺസെപ്റ്റ്സ് ക്ലിയർ ആണല്ലോ? അപ്പം നമ്മുടെ ആൻസർ ഏതാ? ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകം എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന് അതിന് നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരുവാനുള്ള പ്രവണത. ഞാനിപ്പോൾ ഈ പേന ഇവിടെ വെച്ചു. ഈ പേനയ്ക്ക് സ്വയം ഇവിടുന്ന് നീങ്ങിപ്പോവാൻ പറ്റൂല. ഞാൻ ഈ പേന എൻ്റെ കയ്യിൽ വെച്ചാൽ അല്ലെങ്കിൽ നിലത്ത് വെച്ചാൽ എത്ര കാലം കഴിഞ്ഞാലും ഈ പേന അവിടെ തന്നെ ഇരിക്കണം. പേനയ്ക്ക് അവിടെ നിന്ന് സ്വയം എഴുന്നേറ്റ് പോകാനുള്ള കഴിവില്ല, അല്ലേ? അതേപോലെ ഒരു ബോൾ ഇങ്ങനെ ചലിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഈ ചലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ബോളിന് സ്വയം നിശ്ചലാവസ്ഥയിലേക്ക് മാറാനും കഴിയൂല. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബോൾ സ്വയം നിൽക്കുകയാണെന്ന് തോന്നും. ബോൾ സ്വയം അല്ല നിൽക്കണേ. ഈ ബോളിലേക്ക് ഗുരുത്വാകർഷണ ബലമൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. ഈ ബോളിൻ്റെ ചലനം ഇങ്ങോട്ടാണെങ്കിൽ ആ ചലനത്തിൻ്റെ എതിർദിശയിൽ ഘർഷണമുണ്ട്. ഇങ്ങനെയുള്ള ബലങ്ങളെല്ലാം വന്നിട്ട് ആ ബോൾ നിൽക്കുക. ബോളിനൊരിക്കലും ചലിക്കുന്നൊരു ബോളിന് സ്വയം നിശ്ചലാവസ്ഥയിലേക്ക് മാറാൻ പറ്റൂല. വേറെ ബലങ്ങളായിട്ടുള്ള ഗുരുത്വാകർഷണ ബലമോ ഘർഷണ ബലമോ ഇങ്ങനെയുള്ള ബലങ്ങൾ അനുഭവപ്പെടുമ്പോഴാണ് ബോൾ നിൽക്കുക. ബോളിന് സ്വയം നിശ്ചലാവസ്ഥയിലേക്ക് മാറാൻ കഴിയൂല. അപ്പോൾ ഒരു വസ്തുവിന്, ചലിക്കുന്നൊരു വസ്തുവിന് സ്വയം നിശ്ചലാവസ്ഥയിലേക്ക് മാറാൻ പറ്റൂല. അപ്പം എന്താ ഉണ്ടാവുക? അത് ആ ചലനാവസ്ഥയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് സ്വയം ചലിക്കാൻ പറ്റൂല. അത് ആ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വസ്തു അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരുവാനുള്ള ഈ പ്രവണതയാണ് ജഡത്വം എന്ന് പറയുക. ജഡത്വം. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയും മാറ്റാൻ പറ്റൂല, ചലനാവസ്ഥയും മാറ്റാൻ പറ്റൂല.
ഏതവസ്ഥയിലായിരുന്നോ വസ്തു ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിൽ തന്നെ വസ്തു തുടരാൻ ശ്രമിക്കും. അതിനെ നമ്മൾ ജഡത്വം എന്ന് പറയും. ഈ ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ആണ്. ജഡത്വ നിയമം ആവിഷ്കരിച്ച ആളുടെ പേരെന്താ? ഗലീലിയോ. അപ്പൊ ഈ ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ആണെങ്കിൽ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തെ ജഡത്വ നിയമം എന്ന് വിശേഷിപ്പിക്കും. അപ്പൊ ഈ രണ്ടുപേരുടെയും പേര് നമ്മൾ ഡിഫറൻസ് നോക്കുക. ജഡത്വ നിയമം ശരിക്കും ഗലീലിയോടേതാണ്. ജഡത്വ നിയമം ശരിക്കും ആവിഷ്കരിച്ചത് ഗലീലിയോ ആണ്. പക്ഷേ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തെ ജഡത്വ നിയമമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പം ന്യൂട്ടന്റെ എന്തല്ല? ജഡത്വ നിയമമല്ല. ന്യൂട്ടന്റെ നിയമം എന്ന് പറയുന്നത് ജഡത്വ നിയമമല്ല. ന്യൂട്ടൻ്റേത് ചലന നിയമമാണ്. അതിനെ ജഡത്വ നിയമമെന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കോൺസെപ്റ്റ്സ് ക്ലിയർ ആണല്ലോ. ഈ ജഡത്വം എന്ന് പറയുന്നത് 3 തരത്തിൽ പ്രധാനമായിട്ട് പറയും. ഒന്ന് ചലന ജഡത്വം, ഒന്നാമത്തത് ചലന ജഡത്വം, 2 നിശ്ചല ജഡത്വം. ഓക്കെ, 1 ചലന ജഡത്വം, 2 നിശ്ചല ജഡത്വം, മൂന്നാമത് പറയുന്നത് ദിശാജഡത്വം. ദിശാജഡത്വം. അങ്ങനെ 3 തരത്തിലാണ് ജഡത്വത്തെ പറയുക. 1 ചലന ജഡത്വം, 2 നിശ്ചല ജഡത്വം, 3 ദിശാജഡത്വം. 3 കോൺസെപ്റ്റ്സ് ക്ലിയർ ആണല്ലോ. ചലന ജഡത്വം, നിശ്ചല ജഡത്വം, ദിശാജഡത്വം. ചലനജഡത്വം എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന വസ്തു അതിൻ്റെ ചലനാവസ്ഥയിൽ തുടരുവാനുള്ള പ്രവണത. ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുക, ചലിക്കുന്ന ഒരു വസ്തുവിന് അതിൻ്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരുവാനുള്ള പ്രവണതയാണ് ചലനജഡത്വം. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുവാനുള്ള പ്രവണതയാണ് നിശ്ചലജഡത്വം. ഒരു വസ്തു ചലിക്കുന്ന വസ്തു അതിൻ്റെ ചലന ദിശയിൽ തന്നെ തുടരുവാനുള്ള പ്രവണതയാണ് ദിശാജഡത്വം. ചലനത്തിൻ്റെ ദിശ ഏതാണോ അതേ ദിശയിൽ തുടരുവാനുള്ള പ്രവണതയാണ് ദിശാജഡത്വം. അപ്പം 3 ജഡത്വം ഓർത്തിരിക്കുക. അതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മാസ് കൂടുമ്പോൾ ജഡത്വം കൂടും. മാസ് കൂടുമ്പോൾ ജഡത്വം കൂടും. ഓക്കെ, അപ്പം മാസ് കൂടുമ്പോൾ ജഡത്വം കൂടും എന്ന് ഓർത്തിരിക്കുക. മാസ് കൂടുമ്പോൾ ജഡത്വം കൂടുന്നത് കൊണ്ടാണ് ആനയൊക്കെ ഓടിക്കുമ്പം വളഞ്ഞു തിരിഞ്ഞോടണം എന്ന് പറയുക. നമ്മൾ ഈ ആനയൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ വളഞ്ഞു തിരിഞ്ഞോടണം എന്ന് പറയുന്നതിന് കാരണം നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ആനയ്ക്ക് മാസ് കൂടുതലാണ്. അപ്പം ഈ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആനയ്ക്ക് മാസ് കൂടുതലായതുകൊണ്ട് ഈ മാസ് കൂടുതലായതുകൊണ്ട് ജഡത്വവും കൂടുതലായിരിക്കും. അപ്പം ആന ഓടുന്ന സമയത്ത് ആനയ്ക്ക് ചലന ജഡത്വമുണ്ട്, ദിശാജഡത്വമുണ്ട്. ഈ 2 ജഡത്വവും നമ്മളെക്കാൾ കൂടുതലായിരിക്കൂലേ? അതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ദിശ മാറ്റാനോ ചലനം മാറ്റാനോ ആനയ്ക്ക് പറ്റൂല. കാരണം എന്താ? ആനയ്ക്ക് മാസ് കൂടുതലാണ്, ജഡത്വം കൂടുതലാണ്. ആനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മാസ് കുറവാണ്. നമുക്ക് മാസ് കുറവായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ദിശ മാറ്റണമെങ്കിലും പറ്റും, പെട്ടെന്ന് ചലനാവസ്ഥയിൽ മാറ്റം വരുത്താനും പറ്റും. അതുകൊണ്ടാണ് ആനയൊക്കെ ഓടിക്കുമ്പോൾ വളഞ്ഞു തിരിഞ്ഞോടണം എന്ന് പറയാറ്. പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ജഡത്വം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാവുന്നതാണ് ചോദ്യം. അപ്പോൾ ഈ റിക്ടർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാവുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരും. നമ്മൾ റിക്ടർ സ്കെയിലിൽ ഭൂകമ്പത്തിൻ്റെ തീവ്രത ഇത്ര രേഖപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് സാധാരണ ന്യൂസ് കാണാറുണ്ട്. അത്രമാത്രം ആലോചിച്ചാൽ മതി. ഭൂകമ്പങ്ങളുടെ തീവ്രത അളക്കുന്നത് റിക്ടർ സ്കെയിലാണ്. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചാണ്. ഓക്കെ, അപ്പോൾ റിക്ടർ സ്കെയിലാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത പ്രസ്താവിക്കുക. റിക്ടർ സ്കെയിലിൽ ഇത്ര തീവ്രത രേഖപ്പെടുത്തി എന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ തീവ്രത പറയാറ്. ഈ ഭൂകമ്പങ്ങളിൽ പ്രധാനമായിട്ടും 3 തരം തരംഗങ്ങളാണ് ഉണ്ടാവുക. 1 പി വേവ്സ് ഉണ്ടാവും, 2 എസ് വേവ്സ് ഉണ്ടാവും. പി എന്ന് പറഞ്ഞാൽ പ്രൈമറി വേവ്സ്, എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വേവ്സ്, 3 എന്ന് പറഞ്ഞാൽ സർഫസ് വേവ്സ് അല്ലെങ്കിൽ ഉപരിതല തരംഗങ്ങൾ. ഉപരിതല തരംഗങ്ങൾ, ഇങ്ങനെ 3 തരം തരംഗങ്ങളാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ്, ഉപരിതല തരംഗങ്ങൾ, ഇങ്ങനെ 3 തരം തരംഗങ്ങളാണ് ഭൂകമ്പങ്ങളിൽ ഉണ്ടാവുക. അതിൽ ഈ നാശനഷ്ടങ്ങൾക്കൊക്കെ കാരണമായിട്ട് വരുന്ന ആളെന്ന് പറയുന്നത് ഉപരിതല തരംഗങ്ങളാണ്. നാശനഷ്ടങ്ങൾക്ക് കാരണമാകുക, കെട്ടിടങ്ങളും മറ്റും നശിച്ചു പോകുന്നതിനും കേടുപാടുകൾ ഉണ്ടാക്കുന്നതിനൊക്കെ കാരണമാക്കുന്ന ആരാ? ഉപരിതല തരംഗങ്ങളാണ്. അപ്പോൾ ഭൂകമ്പങ്ങളിൽ പ്രധാനമായിട്ട് 3 തരം തരംഗങ്ങളുണ്ടെന്നും ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്നത് റിക്ടർ സ്കെയിലിലാണെന്നും ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് കെൽവിൻ, ജലത്തിൻ്റെ താപനില കെൽവിൻ സ്കെയിലിൽ എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് കെൽവിനാണ്, ജലത്തിൻ്റെ താപനില കെൽവിൻ സ്കെയിലിൽ എത്രയാണെന്നാണ് ചോദ്യം.
അപ്പം നമ്മൾ നോക്കുക, ജലത്തിൻ്റെ തിളനില സാധാരണ നമ്മൾ പറയുക 100 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് സാധാരണ 100 ഡിഗ്രി സെൽഷ്യസിലാണ് പറയുക. ഈ സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ ഈ സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യാം, തന്നിരിക്കുന്ന സെൽഷ്യസ് വാല്യൂവിൻ്റെ കൂടെ 273 കൂട്ടിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. തന്നിരിക്കുന്ന സെൽഷ്യസ് വാല്യൂവിൻ്റെ കൂടെ 273 കൂട്ടിയാൽ കെൽവിനാവും. അപ്പോൾ എത്ര കെൽവിനായിട്ട് മാറി? സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനോടുകൂടി 273 കൂട്ടിയാൽ 373 കെൽവിൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 373 കെൽവിൻ എന്ന് പറയുന്ന വാല്യൂ കിട്ടിയത് സെൽഷ്യസിനോട് കൂടി 273 കൂട്ടിയാൽ നമുക്ക് കെൽവിൻ കിട്ടും. ഇനി കെൽവിനിൽ നിന്ന് 273 കുറച്ചാൽ, കെൽവിനിൽ നിന്ന് 273 കുറച്ചാൽ സെൽഷ്യസ് കിട്ടും. കെൽവിനിൽ നിന്ന് 273 കുറച്ചാൽ സെൽഷ്യസ് കിട്ടും. ഇനി സെൽഷ്യസിനെ നമുക്ക് ഫാരൻഹീറ്റിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കുക. സെൽഷ്യസിനെ നമുക്ക് ഫാരൻഹീറ്റിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കുക. സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യാം C × 9/5 പ്ലസ് 32 = ഫാരൻഹീറ്റ്. അടുത്ത ഇക്വേഷൻ തന്നിരിക്കുന്ന സെൽഷ്യസിനെ 9/5 കൊണ്ട് ഗുണിക്കുക. C × 9/5 പ്ലസ് 32 = ഫാരൻഹീറ്റ്. അപ്പോൾ സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റണമെങ്കിൽ C × 9/5 പ്ലസ് 32 ആണ്. അപ്പം നോക്കിക്കേ, C × 9/5 എത്രയായിരിക്കും കിട്ടുക? C × 9/5 എന്ന് പറഞ്ഞാൽ C എന്ന് പറയുന്നത് 100 × 9/5 പ്ലസ് 32 എത്രയാണ് കിട്ടിയേക്കണേ? 5ഉം 100ഉം തമ്മിൽ വെട്ടിയാൽ 20, 20 × 80 180, 180 പ്ലസ് 32 എത്രയായിരിക്കും കിട്ടുക? 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പോൾ സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ് 3 കൺവെൻഷൻസ് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചോളാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് സംഭവിക്കുന്ന ഊർജ്ജ പരിവർത്തനം. ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലല്ലേ പ്രകാശ സംശ്ലേഷണം നടക്കുക? അപ്പോൾ ഈ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് കൊണ്ട് ആ സൂര്യപ്രകാശം എന്ന് പറയുന്ന പ്രകാശോർജത്തെ അവിടെ എന്തായിട്ട് മാറ്റുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. പ്രകാശം എന്ന് പറയുന്ന ഊർജത്തെ അവിടെ എന്താക്കിയാ മാറ്റണേ? അവിടെ രാസോർജമായിട്ട്, കെമിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. പ്രകാശോർജത്തെ രാസോർജമായിട്ട് മാറ്റുന്ന പ്രക്രിയയാണെന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പ്രകാശ സംശ്ലേഷണം. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ് അവിടെ രാസോർജമാക്കി അവർ കൺവേർട്ട് ചെയ്യുക, കെമിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുക. ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതായിരിക്കും? ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്തായിരിക്കും? വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്ന ആളാണ് ലൗഡ് സ്പീക്കർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൈക്ക് എന്തായിരിക്കും ചെയ്യുക? മൈക്ക് അല്ലെങ്കിൽ മൈക്രോഫോൺ എന്ന് പറയും. ഈ മൈക്ക് അല്ലെങ്കിൽ മൈക്രോഫോൺ എന്താ ചെയ്യാം? ശബ്ദോർജത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന ആളാണ് എന്ത് പറയുന്നത്? മൈക്രോഫോൺ എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കണം. ലൗഡ് സ്പീക്കർ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുമ്പോൾ മൈക്രോഫോൺ അല്ലെങ്കിൽ മൈക്ക് എന്ന് പറയുന്നത് ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു 12 ക്വസ്റ്റ്യൻസ് ആണ്. ആ 12 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് കണക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. ഇത് റിലേറ്റ് ചെയ്ത് ഇനിയും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാം. ക്യാൻസൽ ചെയ്തപ്പെട്ട ക്വസ്റ്റ്യൻസിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിരിക്കുക. ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ കൃത്യമായിട്ട് നമുക്കിത് ഉപയോഗിച്ച് എഴുതാൻ കഴിയട്ടെ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റ് ക്ലാസ്സുകളുമായിട്ട് കാണാം. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.